Meet the editors. തുടർച്ചാ തന്ത്രങ്ങൾ തിരിച്ചടിച്ചു എന്നാണ് ചോദ്യം. സ്മൃതി, ഇപ്പോൾ നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം, ഇപ്പോൾ ബാറുകൾക്ക് കൂടുതൽ സമയം അനുവദിക്കുക, കേരളത്തിലിപ്പോൾ വളരെ തുടർച്ചയായി രണ്ട് ദിവസങ്ങളായിട്ട് പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്ന വിഷയങ്ങളാണ്. തിരിച്ചടിച്ചോ ഈ തുടർതന്ത്ര നീക്കങ്ങൾ? ചിലത് തിരിച്ചടിക്കുന്നു, ചിലത് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇത് ഹൈക്കോടതിയിൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്ത, ഈ സർവേയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന നിങ്ങൾ പറയുന്ന സാങ്കേതികമായ തിരിച്ചടി, അത് രാഷ്ട്രീയമായ തിരിച്ചടിയായതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ വളരെ വേഗമാണ് അപ്പീൽ നൽകുന്നത്. യഥാർത്ഥത്തിൽ ഈ സർവേ ഈ മാസം 22-ന് അവസാനിക്കാൻ ഇരിക്കുകയായിരുന്നു. 22 വരെയാണ് ആ സമയം. അതിന് ദിവസങ്ങൾ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായത്. ഹൈക്കോടതിയിലെ തിരിച്ചടി നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. അത് കേവലം സാങ്കേതികമായും നിയമപരമായുള്ള തിരിച്ചടിയല്ല, യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ തിരിച്ചടിയാണെന്നാണ് ഞാൻ ഇന്നലെ അഭിപ്രായപ്പെട്ടത്. അതിന് തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്. ആ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ അതെവിടെ പ്രസംഗിച്ചതാണ്? ഒക്ടോബർ 22-ന് സർവേയുടെ ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയിലാണ് മുഖ്യമന്ത്രി ആഹ്വാനം നടത്തുന്നത്. യഥാർത്ഥത്തിൽ സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു തുടർ ഭരണത്തിനുള്ള സർവേ സർക്കാർ ജീവനക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നിടത്താണ് ഇതിൻ്റെ ഗൗരവം നിൽക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നിടത്താണ് ഇതിൻ്റെ ഗൗരവം നിൽക്കുന്നത്. ഈ സർക്കാരിനെ നന്നാക്കാനുള്ള പരിപാടികൾ ഈ സർക്കാർ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടുകയാണ്. തീർച്ചയായിട്ടും സർക്കാരുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷ പാർട്ടിക്ക് അഭിപ്രായങ്ങൾ തേടാം, സർവേ നടത്താം, ഒരു കുഴപ്പവുമില്ല, ജനങ്ങളെ നേരിട്ട് കാണാം. പക്ഷേ അത് പാർട്ടി പരിപാടിയായിരിക്കണം, പാർട്ടിയുടെ കയ്യിൽ നിന്നുള്ള പൈസയായിരിക്കണം അതിലുപയോഗിക്കേണ്ടത്. പക്ഷേ പാർട്ടി പരിപാടി സർക്കാർ പരിപാടി എന്നതിൽ വ്യത്യാസമില്ലാതെ പാർട്ടി പരിപാടി സർക്കാർ പരിപാടിയാക്കുകയാണ്. അതിന് സർക്കാർ ജീവനക്കാരെ ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സർക്കാർ സർവീസിനെ കക്ഷി രാഷ്ട്രീയവൽക്കരിക്കുന്നതിൻ്റെ മാരകമായ വേർഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും മൂന്നാം ഊഴം എന്നതിൻ്റെ തിടുക്കവും വെപ്രാളവുമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് തുടങ്ങി താഴേക്ക് മുഴുവൻ മന്ത്രിമാരിലേക്കും വിവിധ പരിപാടികളിലേക്കും കടക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, പ്രതികരണങ്ങൾ കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി ഈ പ്രസംഗത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പാർട്ടിയുടെ തുടർഭരണം എന്നത് ഓർമ്മ വേണം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പാർട്ടിയുടെ തുടർഭരണമാണ് പറയുന്നത്, സർക്കാരിനില്ല. പാർട്ടിയുടെ തുടർഭരണം വേണമെന്ന്, ഓർമ്മ വേണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് പറയുന്നത് അണികളോടല്ല, പാർട്ടി പ്രവർത്തകരോടല്ല, സർക്കാർ ജീവനക്കാരോടാണ്. അതിലാണ് അതിലെ ഏറ്റവും ഗൗരവം നിലനിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത് CPM പലപ്പോഴും ഈ പറയുന്ന പാർട്ടി സംവിധാനങ്ങളെ, സർക്കാർ സംവിധാനങ്ങളെ പാർട്ടിയുടെ പരിപാടികൾക്കായി ഉപയോഗിക്കുന്നതിന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് എത്ര വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. മോദി സർക്കാരുമായി ബന്ധപ്പെട്ട് CPM അടക്കം ഉയർത്തുന്ന വിമർശനങ്ങൾ എന്താണ്? സർക്കാർ സംവിധാനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളതല്ലേ? ഭരണഘടനാ സംവിധാനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളതല്ലേ? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യത്തിലായാലും കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിലായാലും അതിനെ എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത്, പാർട്ടിക്ക് വേണ്ടി, പാർട്ടി സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള കാര്യം CPM അടക്കം ഉന്നയിക്കുന്ന വിമർശനമാണ് മോദി സർക്കാരിനെതിരെ. അത് തന്നെ വേറൊരു രൂപത്തിൽ ഇവിടെ നടപ്പാക്കിയാണ്. അതിൽ ഈ പറയുന്ന 85 ലക്ഷം വീടുകളിലേക്ക് 85,000 കേഡർമാരെ എന്നാണ് ഉദ്ദേശിച്ചത്. ഇതിലേക്ക് വിവരങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണല്ലോ. യഥാർത്ഥത്തിൽ ഇത് പാർട്ടി തന്നെ ആദ്യം ഈ പറഞ്ഞ മന്ത്രിസഭാ യോഗ തീരുമാനത്തിന് മുമ്പ് തന്നെ പാർട്ടി ഇത് ആലോചിക്കുകയും പാർട്ടി കേഡർമാരെ ആഹ്വാനം ചെയ്യുകയും ചെയ്തതിൻ്റെ കത്ത് അന്ന് തന്നെ പുറത്തു വന്നതാണ്. അതിനുശേഷമാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്, അതിനുശേഷമാണ് അതിന് ഭരണാനുമതി ലഭിക്കുന്നത്. ഈ പറയുന്ന PRD എന്ന സംവിധാനം, PRD എന്ന വകുപ്പിന് ഉപയോഗിക്കാവുന്ന തുകയുടെ കണക്ക് അതിലുണ്ട്. 4,60 ലക്ഷം എന്നുള്ളത്, അതിലപ്പുറം 14 കോടി അതിലേക്ക് വയ്ക്കുന്നു എന്നുള്ള കാര്യം. ഇങ്ങനെ 20 കോടി ഇതിൽ ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. ഇതിലെവിടേക്ക് പിഴവുകൾ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഇത് രാഷ്ട്രീയമായി തന്നെ, കാരണം രാഷ്ട്രീയമായ ഹർജിയാണ് അവിടേക്ക് പോയിരിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗമുള്ള KSU പ്രവർത്തകരാണ് ഹർജി നൽകിയത്. അതിൽ വന്നിരിക്കുന്ന ഉത്തരവ് അവർക്ക് അനുകൂലമായിട്ടാണ്. അവർ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സംശയങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഇതിൽ ഈ ആഹ്വാനം നൽകിയാണ്, നിങ്ങൾക്ക് ഓർമ്മ വേണം, ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല. അങ്ങനെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് നിങ്ങൾ ജനങ്ങളെ നേരിട്ട് കണ്ട് ഓർമ്മിപ്പിക്കണം. ഓർമ്മിപ്പിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വിഷമകരമായ പ്രതികരണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ക്ഷമയോടെ അത് കൈകാര്യം ചെയ്യണം എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. 1.25 മണിക്കൂർ നീളുന്ന പ്രസംഗമാണ്, സർക്കാർ ജീവനക്കാരെ ഇരുത്തിയിട്ടുള്ള 1.25 മണിക്കൂർ നീങ്ങുന്ന പ്രസംഗമാണ്. അതിലെ അല്പഭാഗം മാത്രമേ നമുക്കിപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ സർക്കാർ സർവീസിനെ കക്ഷി രാഷ്ട്രീയവൽക്കരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. എന്നിട്ടും നിന്നില്ലല്ലോ. ഇതിപ്പോൾ ഈ തിരിച്ചടിയെ മറികടക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജനങ്ങളോടുള്ള
ധാർഷ്ട്യത്തോടു കൂടിയുള്ള തീരുമാനമായിട്ടാണ് അതിനെ കാണുന്നത്. കാരണം നമ്മുടെ പണമാണ്, എൻ്റെ പണം ഈ രൂപത്തിൽ ഉപയോഗിക്കേണ്ടതില്ല എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ കൊടുത്ത നികുതി പണം എടുത്തുകൊണ്ട് അടുത്ത സർക്കാരിലേക്ക്, അതായത് അടുത്ത പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള പരിപാടികൾ തയ്യാറാക്കാൻ സർക്കാരിൻ്റെ പണം ഉപയോഗിക്കുകയാണ്. ഇതെങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? ഇനി ബാറുകളുമായി ബന്ധപ്പെട്ട വിഷയം നോക്കാമല്ലോ. ബാറുകളുമായി ബന്ധപ്പെട്ട് ബാറുകളുടെ സമയം നീട്ടി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് ഏകീകരിക്കുകയാണ് ചെയ്തത്. ശരിയാണ്, ഏകീകരിക്കുകയാണ് ചെയ്തത്. ഈ പറയുന്ന ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ നേരത്തെ തന്നെ അത് 10 മുതൽ 12 വരെ ആയിട്ടുണ്ട്. അത് കൃത്യമായി ടൂറിസം സെൻറ്റേഴ്സായി ക്ലാസിഫൈ ചെയ്ത ചില പ്രദേശങ്ങൾ അവിടെയാണ് ഇത് കൃത്യമായി കൊടുത്തിരുന്നത്. പക്ഷേ ഒരു പരാതി വരാനുണ്ടായ കാര്യം അതിനടുത്ത പ്രദേശങ്ങളിലും അതിനടുത്തുള്ള ബാറുകളിലും ഇതേ രീതിയിൽ 10 മുതൽ 12 വരെ അവർ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തെ ബാറിൽ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എന്താ വായിക്കൂടെ എന്ന രൂപത്തിൽ അവരും അത് ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൽ എതിരെ പരാതികൾ വന്നു. അപ്പോഴാണ് ഈ ഏകീകരണം എന്നുള്ള കാര്യത്തിൽ ബാർ ഉടമകൾ ആവശ്യം ഉന്നയിച്ചത്. ബാർ ഉടമകൾ ആവശ്യം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് കഴിഞ്ഞ വർഷം നൽകിയ ആവശ്യമായിരുന്നു. കഴിഞ്ഞ വർഷം ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഇത് 12 മണി വരെ ആക്കിയുള്ള തീരുമാനം എപ്പോഴാണ് വരുന്നത്? ഈ സമയത്താണ്. അതായത് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കുകയാണ്. ബാർ ഉടമകളുടെ ആവശ്യം തിരഞ്ഞെടുപ്പിൻ്റെ അടുത്ത സമയത്ത് ആ ആവശ്യം അംഗീകരിക്കുമ്പോൾ അത് ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലേ? ഈ സമയം നീട്ടുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ആർക്കാണ് ഗുണം? ബാർ ഉടമകൾക്കാണ്. അത് ഇപ്പോൾ ഈ തൊഴിലാളികളൊക്കെ അതിനെതിരെ വന്നിട്ടുണ്ട്. ബാർ തൊഴിലാളികളൊക്കെ ഈ സമയം നീട്ടിയതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കാണ് ഇതിൻ്റെ ഗുണം? ഇങ്ങനെ സമയം നീട്ടി നൽകുന്നതുകൊണ്ട് ബാർ ഉടമകൾ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ഈ പറയുന്ന തുടർ ഭരണത്തിനായി ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം ഉയരും. ആ ചോദ്യത്തിന് കൂടി മറുപടി നൽകേണ്ടതുണ്ട്. ഇത് ഏകീകരിക്കുകയാണ്. ഇതെന്താണ്? പ്രതിപക്ഷത്തിനും അറിയാമായിരുന്നല്ലോ എന്നാണ് മന്ത്രി MP രാജേഷ്, എക്സൈസ് മന്ത്രി, പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷം പറയുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ LDF കൺവീനർ തന്നെ പറയുകയാണ് LDFൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന്. ഇനി LDFലെ മറ്റു കക്ഷികളോടുകൂടി ചോദിക്കണം അവരറിഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഈ ബാർ സമയം നീട്ടുന്നു. ബാറുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ബാറുകളുടെ എണ്ണം കൂടിയിട്ടുള്ളത് എന്നുള്ള കണക്കും നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടല്ലോ. ഈ 2024 നിന്നുള്ള ബാറുകളുടെ എണ്ണം 2025 ആയപ്പോഴേക്കും എത്ര കൂടി എന്നുള്ളത് കൂടി നോക്കേണ്ടതുണ്ട്. 2024 വിനോദസഞ്ചാര മേഖലയിലുണ്ടായ ബാറുകളുടെ എണ്ണം വെറും 14 ആയിരുന്നു. 2025 ജനുവരിയിൽ ഇത് 98 അവർക്ക് 12 മണിവരെ വിളമ്പാവുന്നവരാണ് ഈ പറയുന്ന ഈ വിനോദസഞ്ചാര മേഖലകളിലെ ബാറുകൾ. 2026 ഫെബ്രുവരി, അതായത് ഈ വർഷം 2026 ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഈ മാസം 884 ബാറുകൾക്കും 12 മണിവരെ മദ്യം വിളമ്പാം എന്ന ഉത്തരവിറക്കുമ്പോൾ അതിൽ അസ്വാഭാവികത തോന്നുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നല്ല അസ്വാഭാവികത തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് പല കാര്യങ്ങളും നേരത്തെ ഉയർന്നിരുന്ന സമരങ്ങളായിട്ടും പ്രതികരണങ്ങളുമായിട്ടൊക്കെ വന്നിരുന്ന ഭിന്നശേഷി സംവരണം, NSSന് മാത്രം സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയിരുന്ന ഉത്തരവ്, അന്ന് ഈ പറയുന്ന സഭകളൊക്കെ ആ വിഷയം പറഞ്ഞപ്പോൾ അത് സുപ്രീം കോടതി NSSന് മാത്രം കൊടുത്ത കാര്യമാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് നിയമോപദേശം ലഭിച്ചിരിക്കുകയാണ്. മറ്റ് ഈ പറയുന്ന സഭകളുടെ സ്കൂളുകൾക്കും ആകാമെന്നുള്ള കാര്യത്തിൽ നിയമോപദേശം ഇപ്പോൾ ലഭിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പിന് 2 മാസം നിൽക്കുമ്പോൾ JB കോശി കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും വളരെ പെട്ടെന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴേക്കാണ് തീരുമാനമാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ 3ാം ഭരണമാണ് ലക്ഷ്യം. അതിനുവേണ്ടി എങ്ങനെയും അത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച്, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് ഭീഷണിപ്പെടുത്തിയോ അല്ലാതെയോ അനുനയിപ്പിച്ചോ പ്രീണിപ്പിച്ചോ മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യമാണ്. അതാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഇനിയും സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് 2 ചോദ്യങ്ങളുണ്ട്. ഞാൻ മാധുവിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ PRD വകുപ്പിൻ്റെ ജോലി എന്താ? PRD വകുപ്പ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതല്ലേ അവരുടെ ജോലി? PRD വകുപ്പല്ലേ ഈ പരിപാടി സംഘടിപ്പിച്ചത്? അതിന് എത്രയാണ് ഹെഡില്? സ്പെഷ്യൽ പബ്ലിക് 4,60,00,000. അതെ, ബാക്കി സപ്ലിമെന്ററി ഡിമാൻഡ് വഴി അനുവദിക്കാൻ പാടില്ലെന്നുണ്ടോ? അതെ, അതാ ഞാൻ പറഞ്ഞു. ഏത് സമയത്താണ് PRD ഇത് ചെയ്യുന്നത്? ഏത് സമയത്താണ് ചെയ്തത്? ഒക്ടോബർ മാസം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അല്ല, ഞാൻ നോക്കൂ, നിങ്ങൾക്ക് ഈ ഭരണം നന്നാക്കാനുള്ള കാര്യങ്ങളാണല്ലോ ചോദിക്കുന്നത്. ഭരണം നന്നാക്കാൻ അല്ലല്ല, അതായത് ഈ ഭരണം നന്നാക്കാനെങ്കിൽ തുടർ ഭരണത്തിനാണെങ്കിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയാണ്. ഇനി എന്താ വികസനത്തിനാണ് നിങ്ങൾക്ക് സമയം? ഈ 2 മാസത്തിനിടയ്ക്ക് എവിടെയാണ് സമയം? ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ സുപ്രീം കോടതിയിൽ വാങ്ങിയാൽ നോക്കൂ, നിങ്ങൾക്ക് ഭരണത്തിന് ഇനി കാലാവധി ഇല്ലാതിരിക്കുക. ഒരു കാവൽ മന്ത്രിസഭ എന്ന രൂപത്തിൽ മാത്രം നിങ്ങൾക്ക് സമയമുള്ള ഈ ഘട്ടത്തിൽ നിങ്ങൾ എന്ത് വികസനമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്? ഒക്ടോബർ മാസം ഉള്ളത് കാവൽ മന്ത്രിസഭയാണോ? എങ്ങനെയാ കാവൽ മന്ത്രിസഭയാണെന്ന് പറയുക? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഇതിനകത്ത് പങ്കെടുത്ത സന്നദ്ധ സേനാ പ്രവർത്തകർ എങ്ങനെയാ സർക്കാർ ജീവനക്കാരാവുക?
സർക്കാർ ജീവനക്കാരുടെ പരിപാടിയായിരുന്നു. അതെങ്ങനെ സർക്കാർ ജീവനക്കാർ? ഇതിലെ വോളണ്ടിയേഴ്സ് സർക്കാർ ജീവനക്കാരാണോ? വോളണ്ടിയേഴ്സ് സർക്കാർ ജീവനക്കാരും ഉണ്ട് അതിൽ. എങ്ങനെ സർക്കാർ ജീവനക്കാരാവുക? ഏത് വോളണ്ടിയറാണ് സർക്കാർ ജീവനക്കാരനായിട്ട്? ഏത് വോളണ്ടിയർ? അങ്ങയുടെ അങ്ങനെയല്ല എന്നുള്ളതിന്റെ തെളിവ് അങ്ങ് കാണിക്കും. 84,000 ആളുകളെ പോർട്ടൽ ചെയ്തതിന്റെ രജിസ്റ്ററിൽ പോയി ഡീറ്റെയിൽസ് നോക്കിയാൽ 84,000 അല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പാർട്ടി സെക്രട്ടറി എന്താണ് കേഡർമാരെ എടുക്കാൻ പറഞ്ഞത്? അതാണോ സർക്കാർ ജീവനക്കാർ? അല്ല ആദ്യം എന്തിനാണ് പാർട്ടി സെക്രട്ടറി അത് നിർദ്ദേശം നൽകിയത്? സർക്കാർ ജീവനക്കാരെ എന്നാണ്. സർക്കാർ ജീവനക്കാരും മുൻ സർക്കാർ ജീവനക്കാരും നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. സർക്കാർ ജീവനക്കാരും മുൻ സർക്കാർ ജീവനക്കാരും നോക്കൂ, ഞാൻ പറഞ്ഞു തരാം. കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളെ കൂടി ഇതിന്റെ പ്രചാരകരാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സിറ്റിസൺ ചാപ്റ്റർ രൂപീകരിക്കാൻ എല്ലാ കോളേജുകൾക്കും നിർദ്ദേശങ്ങൾ നൽകി. NSS പോലുള്ള സംഘടനകളെ ഇത് ഉപയോഗിക്കാനുള്ള ഓർഡർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ എന്താണ് ഈ വോളണ്ടിയർമാരുടെ ജോലി എന്നേ? നിങ്ങൾക്ക് തുടർ ഭരണത്തിലുള്ള പരിപാടി ഉണ്ടാക്കലാണോ ജോലി? അതല്ലല്ലോ. വോളണ്ടിയർ എന്ന് പറയുന്ന സർക്കാർ ജീവനക്കാരാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതല്ലാന്ന് സ്മൃതി തന്നെ പറഞ്ഞു. വിദ്യാർത്ഥികളാണ്, വോളണ്ടിയർമാരാണ്, സന്നദ്ധ സേനാ പ്രവർത്തകരാണ്. അത് സർക്കാർ ജീവനക്കാരല്ല. അപ്പൊ സർക്കാർ ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിയാണ് ഈ പരിപാടി നടത്തുന്നത്. സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് 4/2/2026 ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സിലെ വിവരങ്ങൾ ലഭ്യമാക്കുന്നു. ഞാൻ വായിക്കട്ടെ. എല്ലാ കോളേജുകളിലും സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായി പല ബാച്ചുകളായി വിദ്യാർത്ഥികളുടെ പൊതുനിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓരോ കോളേജിലും ഈ പരിപാടിയുടെ സംഘാടനം, പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഗൃഹ സന്ദർശനത്തിന് പോകാൻ താല്പര്യമുള്ള സന്നദ്ധ സേന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന സംസ്ഥാന ഓഫീസ് കോർഡിനേറ്റർക്ക് കൈമാറേണ്ടതാണ്. കേരളത്തെ 2031 പുരോഗമനപരവും വികസിതവുമായ ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ അല്ലെ 2031 ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ഈ ഹൈക്കോടതിയിൽ തോറ്റ കാര്യത്തിൽ ഈ കടന്ന് വാദിക്കുന്നത്? നോക്കൂ, എന്റെ ചോദ്യം വളരെ ലളിതമായിരുന്നു. അതിൽ ആരാണ് സന്നദ്ധ സേനയിൽപ്പെട്ടവർ? വോളണ്ടിയർമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരായിരുന്നോ? താങ്കൾ തന്നെ ഇപ്പോൾ വായിച്ചത് പ്രകാരം വിദ്യാർത്ഥികളടക്കം 18 വയസ്സ് തികഞ്ഞ, നേരത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപീകരിച്ച അടക്കമുള്ളവരും ഇനി 18 വയസ്സ് തികഞ്ഞ ആർക്കും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ സന്നദ്ധ സേന അംഗമാകാം. സർക്കാർ ജീവനക്കാരന് പറ്റും. ആ പോർട്ടൽ അതിനുള്ള പോർട്ടലാണോ? അതിനുള്ള പോർട്ടൽ ഏത് പോർട്ടലാണെന്ന് തീരുമാനിക്കുന്ന സർക്കാരല്ലേ? സംശയിക്കട്ടെ. എന്തിനാ ഡോർ ഡെലിവറി ആരാ ചെയ്തത്? ആ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് ഈ സന്നദ്ധ സേനാംഗങ്ങളുടെ പ്രവർത്തനമാണെന്ന് എവിടെയാണ് കുറിച്ച് വെച്ചിരുന്നത്? ഓരോ സമയത്തും, ഓഖിയിലെ സമയത്ത്, പ്രളയത്തിൻ്റെ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത് പല പരിപാടികളിൽ ഉപയോഗിച്ചു. സർക്കാർ അവരെ നിർബന്ധിച്ചല്ല, വോളണ്ടിയേഴ്സാണ്. അപ്പോൾ ഒന്ന്, സർക്കാർ ഉദ്യോഗസ്ഥരല്ല. അത് സ്മൃതി സമ്മതിച്ചേ പറ്റൂ. രണ്ടാമത്തെ കാര്യം, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്മൃതി പറഞ്ഞൊരു കാര്യം, ഈ ബാറുമായി ബന്ധപ്പെട്ടൊരു കാര്യം, ബാറുകളുടെ എണ്ണം കൂടി. ഈ സർക്കാർ വന്നതിന് ശേഷം ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? 3 സ്റ്റാറിന് മുകളിലുള്ളൊരു ഹോട്ടൽ കേരളത്തിൽ തുടങ്ങാൻ ഒരു മുതലാളി വന്നാൽ അയാൾ ആ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ പാലിച്ചാൽ കൊടുത്തല്ലേ മതിയാകൂ? കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ആരാണ് ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്? ആ ക്ലാസിഫിക്കേഷൻ പ്രകാരം കൂടുതൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടാകുമ്പോൾ ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനത്തിലല്ലേ ബാർ അനുവദിക്കാൻ പറ്റൂ? ഈ സർക്കാർ വിചാരിച്ചാൽ മാറ്റാൻ പറ്റൂ? ഈ സർക്കാർ വന്നതിന് ശേഷം അബ്കാരി പോളിസിയിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇപ്പം നടന്നത് കേവലം ചട്ടമാറ്റം മാത്രമല്ലേ? തെറ്റിദ്ധാരണയല്ലേ ജനങ്ങൾക്കുണ്ടാക്കുന്നത്? നേരത്തെ സ്മൃതി തന്നെ പറഞ്ഞില്ലേ, ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഇപ്പോൾ തന്നെ ബാർ 12 മണി വരെയാണ്. വിവേചനം പാടില്ല അടിസ്ഥാനത്തിലല്ലേ? ഞാനതിൽ പറഞ്ഞല്ലോ, ഞാൻ അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായി അങ്ങ് ജയിച്ചതെന്ന് വിചാരിക്കണ്ട. ബാറുകളുടെ കാര്യത്തിൽ സമയമാറ്റം അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നിങ്ങൾ എടുത്ത സമയം പ്രധാനമാണെന്നേ. എപ്പോഴാണ് ഈ തീരുമാനമെടുക്കുന്നത് പ്രധാനമാണ്. ഇപ്പോൾ ഇത് ആരുടെ താല്പര്യമാണെന്നുള്ളത് പ്രധാനമാണ്. അത് ബാറുടമകളുടെ താല്പര്യമാണ്. അല്ല, അങ്ങ് എല്ലാം സമ്മതിച്ചൊന്നും വിചാരിക്കണ്ട. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പാർട്ടി പരിപാടി നടത്താൻ വേണ്ടി മുഖ്യമന്ത്രി അങ്ങനെ ആഹ്വാനം ചെയ്ത് തെറ്റ് തന്നെയാണ്, അതിന് സംശയമില്ല. സർക്കാർ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഈ സർവേ നടത്തിയത് പാർട്ടി പരിപാടിക്കാണ്. നിങ്ങൾക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ ആ ഖജനാവിലെ പണം എടുക്കാൻ പറ്റില്ല എന്നാണ് സർക്കാരാണല്ലോ ആദ്യമായിട്ട് പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് പബ്ലിക് റിലേഷൻസിന്റെ പരിപാടി സംഘടിപ്പിച്ചത്. ഞാനൊരു കണക്ക് വായിക്കാം എന്റെ ഊഴത്തിൽ. അങ്ങ് ഏത് കണക്ക് വേണമെങ്കിലും വായിച്ചോളൂ. തെരഞ്ഞെടുപ്പ് സമയം എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ചിലവാക്കിയ കണക്കാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഞാൻ മാറ്റമില്ല, അത് ഞാൻ വായിക്കാം. ആളുകളായിട്ട് ഈ വ്യാജ പ്രചരണങ്ങൾ കൊണ്ടുണ്ടല്ലോ ഒരു വല്ലാത്ത പ്രതീതി സൃഷ്ടികൾ നടക്കുക.
ഈ ഫാക്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വല്ലാത്ത വ്യാജ പ്രചാരണത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് ഹൈക്കോടതി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ പോയിട്ടുണ്ട്, സുപ്രീം കോടതിയിലേക്ക് സ്പെഷ്യൽ ലീവ് അതെ, പെറ്റീഷൻ അതെ, പോയിട്ടുണ്ട്. ചെല്ലണം, സർക്കാരിന്റെ പോളിസി ഡിസിഷൻസിൽ ജുഡീഷ്യറി ഇടപെടുന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നിലവിലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. നിങ്ങൾക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ 2031 പദ്ധതി ഈ 2 മാസത്തിലേക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ഏത് സർക്കാരും തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. സ്മൃതി, ഏത് സർക്കാരും തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഡോക്ടർ അരുൺ, ഏത് സർക്കാരും വെപ്രാളം കാണുന്നുണ്ട്. വെപ്രാളം ഒക്കെ നമുക്ക് കപ്പയും ചമ്മന്തിയും കഴിക്കാൻ പോകുന്നവരടുത്ത് കാണുന്നു. അത് അവരോട് ചോദിച്ചോളൂ. എന്നോട് പറയുന്നത് ഞാൻ ഈ കാര്യം ഞാൻ ഈ സർക്കാരിന്റെ സർക്കാർ ഖജനാവിന്റെ വെപ്രാളല്ലേ, അത് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തുള്ള കാര്യങ്ങൾ അവരോട് കൂട്ടിച്ചേർത്തോളൂ. ഈ കർമ്മസേനയിൽ ആരൊക്കെയാണ് വരിക എന്നുള്ള അങ്ങ് ചോദിച്ചല്ലോ. പഞ്ചായത്ത് വാർഡിൽ നിന്ന് 6 പേരെയും നഗരസഭാ വാർഡിൽ നിന്ന് 8 പേരെയുമാണ് വാർഡ് തല കർമ്മസേനയിലേക്ക് വേണ്ടത്. ഇവരുടെ മേൽനോട്ടത്തിനായി തദ്ദേശ സ്ഥാപനത്തിൽ ഒരു ഉദ്യോഗസ്ഥനും 2 സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന ടീമിനെ നിയോഗിക്കും. തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും. ഈ ടീമിനെ നിശ്ചയിക്കേണ്ടതും ബന്ധപ്പെട്ട പാർട്ടി ഘടകമായിരിക്കും. നിയമസഭ മണ്ഡലതല സമിതിക്കായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെയും കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിന്ന് വിരമിച്ച LDF അനുഭാവമുള്ള ഒരാളെയും കണ്ടെത്തണം. ജില്ലാതല മേൽനോട്ടത്തിന് LDF അനുഭാവമുള്ള 3 അംഗ ടീം. എല്ലാത്തിനും അനുഭാവികൾ വേണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ഗ്രൂപ്പിൽ നമ്മുടെ LDF UDF ഒരു ഗ്രൂപ്പൊന്നും വരാറില്ല. ജില്ലാതല മേൽനോട്ടത്തിന് LDF അനുഭാവമുള്ള 3 അംഗ ടീമാണ് വേണ്ടത്. ജില്ലാ നിയമസഭാ മണ്ഡല തദ്ദേശ സ്ഥാപന തലത്തിൽ ഇങ്ങനെ കണ്ടെത്തുന്നവരുടെ പട്ടിക സംസ്ഥാന സെന്ററിന് കൈമാറണം. ജില്ലാ കമ്മിറ്റികൾക്ക് പാർട്ടി നൽകിയ നിർദ്ദേശമാണ്. അതായത് CPM കേഡർമാർ വേണം സർവേ നടത്താൻ മുന്നിട്ടിറങ്ങാൻ. ഒരു കുഴപ്പമില്ല, ശരി അങ്ങ് പറഞ്ഞോളൂ. എനിക്ക് മനസ്സിലാവുന്നത് താങ്കൾ പാർട്ടിയുടെ എടുത്തു വെച്ചിട്ട് വായിക്കുകയാണ്. എന്റെ ചോദ്യം ഇപ്പോഴും നിൽക്കുന്നു. ഈ കർമ്മസേനയിൽ ഉദ്യോഗസ്ഥരുണ്ടോ? ഞാൻ വായിച്ചു കേട്ടില്ലേ. കർമ്മസേനയിലാണോ ഉദ്യോഗസ്ഥര്? ഈ ഗവൺമെന്റിന്റെ പരിപാടിയുടെ ഇത് നോക്കൂ, PRD നടപ്പിലാക്കുന്ന പരിപാടിക്ക് സർക്കാർ നടപ്പിലാക്കുന്ന പരിപാടി, ഒരു നിമിഷം മധു, സർക്കാർ നടപ്പിലാക്കുന്ന പരിപാടിക്ക് സന്നദ്ധ സേനാംഗങ്ങളായി നിയോഗിച്ചിരിക്കുന്നത് 18 വയസ്സിന് മുകളിലുള്ള ആളുകളെയാണ്. അതിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. 23/9/2025 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഈ പറയുന്ന നവകേരള വികസന ക്ഷേമ സർവേ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ അനുഭാവമുള്ളവരെ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഘടകങ്ങൾക്ക് നൽകിയ അതിലാണ് ഈ പറയുന്ന സർക്കുലറിലാണ് ഉദ്യോഗസ്ഥരുടെ വിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അല്ലല്ല, പുതിയ AKG സെന്റർ ഉണ്ടല്ലോ, പഴയ AKG സെന്ററിലേക്ക് CMO മാറ്റിയാൽ മതി, ഫയൽ നീക്കളപ്പായിരിക്കും. ഒന്ന് ഈ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചപ്പോ ആ നിർദ്ദേശം സംഘടിപ്പിച്ചത് ഏകോപിപ്പിച്ചത് ആരാ? കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ടവരാ. അങ്ങനെയാ കേരളത്തിലെ പ്രവർത്തനം. ഈ NGO മാത്രമല്ല, NGO അസോസിയേഷനും ഉണ്ട്, NGO യൂണിയനും ഉണ്ട് നമ്മുടെ കേരളത്തിൽ. ഓരോ പാർട്ടി ഭരിക്കുന്ന സമയത്തും അതാത് പാർട്ടിയുടെ അതാത് വർഗ സംഘടനകളെ ഉപയോഗപ്പെടുത്തിയാണ് അതാത് പരിപാടികൾ നടത്തുക. ഭരണത്തിന് കോൺഗ്രസിന്റെ സർക്കുലർ, കോൺഗ്രസിന്റെ സർക്കുലർ, അതായത് ഈ കോൺഗ്രസിന്റെ പാർട്ടി ആളുകളാണ്. കോൺഗ്രസിന്റെ സർക്കുലറോ? അതെ, അതുപോലെ ജനസമ്പർക്ക പരിപാടി പാർട്ടി അണികൾ മുന്നിട്ട് നിന്ന് നയിക്കണം എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ സർക്കുലർ തരുമോ? മാധു, ഈ സർക്കുലറിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചത് എങ്ങനെയാ? മാധു ഉണ്ടായിരുന്നു ആ സമയത്ത്? ഞാൻ പിയാടിയിൽ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ഇന്റേൺഷിപ്പ് ചെയ്തിരുന്ന ആളാണ്. ഞാൻ നേരിട്ട് ആ പരിപാടി സംഘടിപ്പിച്ചത് ആരാ? സംസ്ഥാന സർക്കാരാണെന്നാണ് എന്റെ അറിവ്. ആണല്ലോ. ആ പരിപാടിയുടെ പരസ്യ ചെലവ് എത്രയാ? എനിക്കറിയില്ല. എങ്കിൽ ഞാൻ പറയാം. 170 കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 3 ഘട്ടങ്ങളിലായിട്ടുള്ള ജനസമ്പർക്ക പരിപാടിയിൽ കൊടുത്തു. 13,90,00,000 രൂപ പരസ്യത്തിന് ചെലവായി. ഈ പരസ്യ ചെലവുകൾ മൊത്തം നിർവഹിച്ചിരിക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. നമ്പർ 1. 2, ജനസമ്പർക്ക പരിപാടി കോടതി റദ്ദ് ചെയ്തിരുന്നോ? ജനസമ്പർക്ക പരിപാടി കോടതി റദ്ദ് ചെയ്തിരുന്നോ? സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതി കോടതി റദ്ദ് ചെയ്യാത്ത പദ്ധതി, അതിന്റെ നിർവഹണവും ഇവിടെ കോടതി റദ്ദ്. അങ്ങയുടെ ചോദ്യം മാത്രമല്ല, മറുപടിയും കൂടെ വേണ്ടേ? അപ്പൊ ഇവിടെ കോടതി റദ്ദ് ചെയ്ത ഒരു പരിപാടി താരതമ്യം എന്താണ്? ഏത് പരിപാടിയും ഏത് സർക്കാരും സംഘടിപ്പിക്കുന്നത് ആ സർക്കാരിന്റെ കീഴിൽ അത് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി
ചെയ്തൊരു പരിപാടിയും റദ്ദ് ചെയ്യാത്ത ഒരു പരിപാടിയും ഒരു തട്ടിൽ വെച്ച് അങ്ങനെയല്ല മധു. നിലവിൽ നോക്കൂ, അല്ലാതാവോ? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം സാങ്കേതികമായിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ, സാങ്കേതികമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതിൽ ആദ്യത്തേത് എന്താണ്? നിലവിലത് ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് ദൈനംദിന ഭരണകാരണങ്ങളുമായി ബന്ധപ്പെട്ട് റൂൾസ് ഓഫ് ബിസിനസ് ലംഘിച്ചു എന്നുള്ളതാണ്. ഈ കാരണങ്ങളാണ് ഇപ്പോൾ സ്പെഷ്യൽ ലീവ് പെറ്റീഷനായിട്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. മാധു പറയുന്നത് പ്രകാരം ഈ CPM കൊടുത്തിരിക്കുന്ന സർക്കുലറിൽ ഈ പറയുന്ന നിങ്ങൾ പങ്കെടുക്കണമെന്ന് പറയുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ആ കർമ്മസേനയിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടോ? ആ കർമ്മസേനയിൽ ഈ പണം പറ്റിയ പ്രതിഫലം പറ്റിയ ഒരു ഉദ്യോഗസ്ഥനുണ്ടോ? അല്ല, ഒന്നാമത് പ്രതിഫലമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ 85,000 വരെ കിട്ടിയില്ല എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. പ്രതിഫലമൊന്നുമില്ല, നിങ്ങൾ പോയി സർവേ എടുക്കണം, നിങ്ങളൊരു സാമൂഹ്യ സേവനമായി അതാണ്. അതുകൊണ്ട് ഉദ്ദേശിച്ച ആൾക്കാരെ കിട്ടിയില്ല എന്നുള്ള കാര്യമുണ്ട്. ശരി, ഈ പറഞ്ഞതിന്റെ ബാക്കി ഞാൻ പറഞ്ഞതിന് ശേഷം എന്റെ അവസരത്തിലേക്ക് വരാം. അതായത് അത് കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സാർ സംസാരിച്ച ശേഷം അപ്പൊ പിന്നെ കൗണ്ടർ ആവുമല്ലോ. ആ ക്യാപ്സൂളിനോട് ചെലവാക്കും. ആ ക്യാപ്സൂൾ ചെലവാക്കിയ ശേഷം പറയാം. ശരി, അല്ല ആ ക്യാപ്സൂൾ ശരി, ഓക്കെ. ഈ നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം, അത് ജനങ്ങളെ അറിയാൻ, ജനങ്ങളെ കേൾക്കാൻ എന്നുള്ള ഒരു തീരുമാനത്തിന് പ്രകാരം സർക്കാർ നടപ്പിലാക്കുന്നതാണ്. നോക്കൂ, ഞാൻ അടിസ്ഥാനപരമായി പറയാം, സംസ്ഥാന സർക്കാർ, അത് ഇടതിൻ്റെ സർക്കാരോ വലതിൻ്റെ സർക്കാരോ മറ്റ് കേന്ദ്ര സർക്കാരോ എന്തുമാകട്ടെ, സംസ്ഥാന സർക്കാർ അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടി ജനങ്ങളിൽ നിന്ന് ഡാറ്റയും ജനങ്ങളിൽ നിന്ന് അഭിപ്രായവും തേടാൻ ഉതകുന്ന തരത്തിലുള്ള എന്ത് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിലും അത് ജനാധിപത്യത്തിന് ഭൂഷണമാണ്. അത് വികസന തുടർച്ച സാധ്യമാവുകയാണെങ്കിൽ അതിനും ഭൂഷണമാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടിസ്ഥാനപരമായ വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് സംസ്ഥാനത്ത് കോടതി ഇത് റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കോടതി അത് റദ്ദ് ചെയ്യുമ്പോൾ കോടതിക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അങ്ങ് തുടക്കത്തിൽ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു ഈ 4.62 കോടി ചെലവഴിക്കാം, ബാക്കിയുള്ളത് വേണമെങ്കിൽ സപ്ലിമെന്ററി അലവൻസ് ആയിട്ട് എടുക്കാം എന്ന് പറയും. ശരി, അത് കോടതിക്ക് അറിയില്ലായിരുന്നു എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇത് റദ്ദ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അവിടെ തീരുമാനത്തിന്റെ വാദഗതിക്കിടയിൽ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് എന്ന് കോടതി അറിയിച്ചിട്ടുണ്ടോ, അറിയിക്കാൻ മറന്നുപോയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അതവിടെ നിൽക്കട്ടെ. ഇനി ഈ സാമൂഹ്യ സന്നദ്ധ സേന പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ളതാണ് രജിസ്ട്രേഷൻ. അത് ഒരു ജിയോ വഴിയാണ് ആ പോർട്ടലിന്റെ ഉപയോഗം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇതിനു മുമ്പ് തീരുമാനമെടുത്തത് എന്നാണ് ഞാൻ അറിയുന്നത്. അത് പിന്നീട് മാറ്റാൻ മന്ത്രിസഭ തീരുമാനമെടുക്കുമ്പോൾ അത് ബൈപ്പാസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് നിലവിൽ അറിയപ്പെടുന്ന കാര്യം. ശരി, അത് കോടതിയിൽ അങ്ങനെ തന്നെ കോടതി ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങ് പറഞ്ഞല്ലോ, ഇപ്പം CM ഒക്ടോബർ 13 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് നേരിട്ട് സംസാരിച്ച ഒരു കാര്യമാണ്. ജനങ്ങളിലേക്ക് എത്തി അഭിപ്രായം കേട്ട് നയരൂപീകരണത്തിൻ്റെ ഭാഗമായി ജനങ്ങളെ മാറ്റുക എന്ന് പറയുന്നത് ലോക ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായൊരു പ്രവണതയാണ്. അത് ജനാധിപത്യത്തിന് ഭൂഷണമാണ് എന്നാണ് പറയുന്നത്. ഇത് നോക്കൂ, നമ്മൾ ഇന്നലെ അടക്കം പറഞ്ഞ കാര്യങ്ങളാണ്. 8/10/2025 ഇത് പരിഗണനയ്ക്ക് വരുന്നത്. അത് 10 തീരുമാനമാവുകയും ചെയ്യുന്നു. പക്ഷേ 13 CM ഈ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപൂർവമായ മാതൃക എന്ന് പറയുകയും ചെയ്യുന്നു. അതിനൊരു ഘടകവിരുദ്ധത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെപ്റ്റംബർ 23 ഒക്ടോബർ 13 മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. സെപ്റ്റംബർ 23 നേരത്തെ സ്മൃതി മാഡം ഇവിടെ വായിച്ചിട്ടുള്ള സർക്കുലർ, അതായത് പാർട്ടിയുടെ സർക്കുലർ ജനങ്ങളിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു കൗതുകം എന്താണ് എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ, അതിൽ കൃത്യമായി പറയുന്ന പരിപാടി എന്ന് പറയുന്നത് ഇതേ പ്രോഗ്രാമാണ്. അതായത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരുന്നതിന് മുൻപും എന്താണ് ഈ പദ്ധതി എന്ന് ജനങ്ങളെയും മന്ത്രിസഭയെയും അറിയിക്കുന്നതിന് മുൻപും ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ചിരിക്കുന്ന ഈ കത്തിൽ ഇതേ പരിപാടിയുടെ പേര് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇതെങ്ങനെയാണ് പാർട്ടി പരിപാടിയായി ചിത്രീകരിക്കപ്പെടുന്നതും പാർട്ടി ഘടകങ്ങളിലേക്ക് അറിയിക്കപ്പെടുന്നതും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടില്ല, സംസ്ഥാന സർക്കാർ ഈ പരിപാടിക്ക് പേര് തന്നെ ഇട്ടിട്ടില്ല. പക്ഷെ പാർട്ടിക്കും പാർട്ടി ഘടകങ്ങളിലേക്കും ഈ പേര് തന്നെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. LDF അനുഭാവികളെ തന്നെ അതിൽ നിയമിക്കണം എന്നതും പറയുന്നു. മാത്രമല്ല, ഇത് നേരത്തെ തന്നെ അറിവുള്ളതാണല്ലോ എന്ന് ഈ സർക്കുലറിൽ പറയുകയാണ്. അതായത് ഈ 10-17 ദിവസം മുമ്പ് പാർട്ടി ഘടകങ്ങളിലേക്ക് അറിയിക്കുമ്പോൾ തന്നെ പറയുന്നത് നിങ്ങൾക്കിത് മുൻപേ അറിവുള്ളതാണല്ലോ എന്നാണ്.
അതായത് സംസ്ഥാന സർക്കാർ ഇത് തീരുമാനിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ പാർട്ടി ഘടകങ്ങൾക്ക് ഇങ്ങനെയൊരു പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് അറിയുകയും ചെയ്യാം. അതിലേക്ക് LDF അനുഭാവികളെ തന്നെ ചുമതലപ്പെടുത്തണം എന്ന നിർദ്ദേശം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് നോക്കൂ, ജനങ്ങളെ ഇനി ഇതിലൂടെ നേടുന്ന അഭിപ്രായങ്ങൾ ഇനി വരുന്ന സംസ്ഥാന സർക്കാർ മറ്റൊരു പാർട്ടി നയിക്കുന്നതാണെങ്കിൽ അവർക്കും ഇനി ഇന്നലെ ഞാൻ മീറ്റ് എഡിറ്റേഴ്സ് കേൾക്കുകയുണ്ടായി കേട്ടോ, പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അതിൽ ഏറ്റവും അധികം ഞാൻ കേട്ടൊരു വാക്ക് സാങ്കേതികം എന്നുള്ളതാണ് എന്നത് ഞാൻ പറയാൻ പോകുന്നു. ഇന്ന് സാങ്കേതികമായ ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടേതാണ്. അദ്ദേഹം തുടർഭരണവുമായി ബന്ധപ്പെട്ട പരാമർശം അതിൽ നടത്തുകയും ചെയ്തു. അപ്പോൾ നേരത്തെ തന്നെ ഇതൊരു പാർട്ടി പരിപാടിയായി ആവിഷ്കരിക്കുകയും നടപ്പിലാക്കാനുള്ള തീരുമാനമെടുക്കുകയും അതിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സർക്കുലറിന്റെ ഡേറ്റും CM ഒക്ടോബർ 13 സംസാരിച്ച കാര്യത്തിന്റെ ഡേറ്റും തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. ഇനി LDF അനുഭാവികൾ മാത്രം മതിയോ? ഇത് സംസ്ഥാന സർക്കാരിന്റെ ജനങ്ങളെ നേരിട്ട് കേൾക്കാനുള്ള പോർട്ടലിൽ ആർക്കും രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ BJPയുടെ അനുഭാവികൾ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ അനുഭാവികൾ വേണ്ടേ? ഈ സർക്കുലർ ഇനി പാർട്ടി അത് നോക്കൂ, എല്ലാ സംസ്ഥാന സർക്കാരുകളെയും നയിക്കുന്നത് ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെയാണല്ലോ. അപ്പോൾ പാർട്ടി പരിപാടിയാണല്ലോ നടപ്പിലാക്കേണ്ടത്. പക്ഷെ അതിൽ ജനാധിപത്യവും അവസര സമത്വവും ഒക്കെ ഉറപ്പാക്കാനാണ് എങ്കിൽ കോൺഗ്രസിന്റെയും BJPയുടെയും അനുഭാവികളുടെ കൂടി പരാമർശം ഉണ്ടായിരുന്നാൽ നന്ന് എന്നെനിക്ക് അഭിപ്രായം മുന്നോട്ട് വെക്കാനുണ്ട്. 17 ദിവസം മുമ്പാണ് ഈ കത്ത് വരുന്നത് കേട്ടോ. അതിൽ തന്നെ നേരത്തെ അറിയിച്ചിരുന്നുവല്ലോ എന്നുകൂടിയാണ് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതേ പോർട്ടലിന്റെ അഡ്രസ് അടക്കം അതിൽ പറയുന്നുണ്ട്. അതായത് എവിടെയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങേണ്ടത് എന്ന കാര്യം പോലും സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി തീരുമാനിക്കുന്നതിന് മുമ്പ് പാർട്ടി ഘടകങ്ങളിലേക്ക് ആ പോർട്ടലിന്റെ പേരടക്കം പറയുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഈ സർവേ അവസാനിക്കാൻ പോകുന്നത് ഇലക്ഷൻ പ്രഖ്യാപനത്തിന്റെ ഏറെക്കുറെ ആ സമയത്ത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി ഒരു നയരൂപീകരണത്തിനുള്ള സമയം എത്ര സംസ്ഥാന സർക്കാരിന് അവശേഷിക്കുന്നുണ്ട് എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇത് നോക്കൂ, ഇപ്പം ഈ കാര്യം നിയമസഭ അറിഞ്ഞിട്ടില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത് റദ്ദ് ചെയ്യാനുള്ളൊരു തീരുമാനമെടുക്കുന്നത്. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് ദേവസ്വം ബോർഡ് അറിയാത്തതിനാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു സാങ്കേതിക വാദം നേരത്തെ കേൾക്കുകയുണ്ടായല്ലോ. അപ്പോൾ ദേവസ്വം ബോർഡ് അറിയാത്തതുകൊണ്ട് ആ ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ നിയമസഭ അറിയാത്തത് കൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയും. കാരണം അത് സദുദ്ദേശപരമാണ് എന്നുള്ളത് കൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയും. 20 കോടി നീക്കി വെച്ചത് നിയമസഭ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുമ്പോഴും എന്നത് ഏറ്റവും പ്രധാനമാണ്. സർക്കാർ തീരുമാനത്തിലൂടെ നടപ്പിലാക്കാൻ ഒരു ക്ഷേമ പദ്ധതി തയ്യാറാക്കുന്നു, അത് അനൗൺസ് ചെയ്യുന്നു. ഇതൊന്നും ഒരു കുറ്റവുമല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പക്ഷേ അതിനെ താരതമ്യം ചെയ്യേണ്ടത്, അതായത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പരിപാടി കോടതി റദ്ദ് ചെയ്തു കഴിയുമ്പോൾ അതിനു മുൻപുള്ള സർക്കാരോ ഈ സർക്കാരോ തന്നെ സർക്കാരിന്റെ നയവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭ അറിഞ്ഞ് നിയമസഭ അറിഞ്ഞ് ഒക്കെ നടപ്പിലാക്കുന്ന മറ്റേതെങ്കിലും പദ്ധതിയുമായി താരതമ്യം ചെയ്തിട്ടല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഇത് നോക്കിപ്പം നമുക്ക് നേരത്തെ അങ്ങേക്ക് മാറിപ്പോയ നവകേരള യാത്രയും നവകേരള സഭയും ഉണ്ടല്ലോ. നമുക്ക് പോലീസിന് പകരം നമുക്ക് DYFIക്കാരെ ഉപയോഗിക്കാൻ കഴിയും. കാരണം അത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാം. നമുക്ക് സർവേക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് പാർട്ടി അനുഭാവികളെ ഉപയോഗിക്കാൻ കഴിയും. കാരണം അവർക്ക് അങ്ങനെയും ഒരു സംവിധാനം നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞതുപോലെ പഴയ AKG സെന്ററിന്റെ പഠന പരിപാടികളിലേക്ക് നമ്മുടെ CMAയുമായിട്ടൊരു ഡയറക്റ്റ് ലിങ്ക് ഉണ്ടാവുകയാണെങ്കിൽ ഫയൽ നീക്കങ്ങൾ എളുപ്പമാകും എന്ന് തോന്നുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് കൃത്യമായി ഈ പെറ്റീഷനിലും കോടതി എടുത്തു പറയുന്നതുമായ ഒരു പ്രയോഗം എന്ന് പറയുന്നത് കളറബിൾ എക്സസൈസ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ എന്നുള്ളതാണ്. അതായത് നമുക്കിത് പ്രത്യക്ഷത്തിൽ വാലിഡ് ആണ് എന്ന് തോന്നും. ഇത് സർക്കാരിൻ്റെ അധികാര പരിധിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അയ്യോ, ഇത് നമ്മുടെ സർക്കാരിന് ചെയ്തുകൂടെ എന്ന് നമുക്ക് വളരെ പ്രകടമായി തോന്നും. പക്ഷേ അത് എക്സിക്യൂട്ടീവ് പവറിനെ എങ്ങനെ എക്സസൈസ് ചെയ്യുന്നത്, എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് തന്നെ കോടതികൾ തന്നെ പല ഉത്തരവുകളിൽ ഈ ഡോക്ട്രിൻ ഓഫ് കളറബിൾ എക്സസൈസ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ എന്നത് കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നോക്കൂ, വാട്ട് കനോട്ട് ബി ഡൺ എന്ന് പറയുന്നത് അത് വാട്ട് കനോട്ട് ബി ഡൺ ഡയറക്ട്ലി, അത് ഒരിക്കലും ഇൻഡയറക്റ്റ് ആയിട്ടും ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അധികാര ദുർവിനിയോഗത്തിനെതിരെ കോടതികൾ എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അത് കോടതികൾ കൃത്യമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ബുൾഡോസർ രാജ് പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സമയത്ത് നമ്മൾ എതിർക്കാറുണ്ട്. ഓരോ സംസ്ഥാന സർക്കാരുകൾക്കും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ന്യായീകരണം ഉണ്ടാകും. ഒന്നെങ്കിലും ഒരു വലിയ വികസന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ നടന്ന എന്തെങ്കിലും ഒരു ക്രിമിനൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടൊക്കെ മറ്റെന്തെങ്കിലും ഒരു പരിഭാഷ ചമച്ചു വെക്കാറുണ്ട്. പക്ഷെ ആത്യന്തികമായി നടപ്പിലാക്കുന്നത് എന്ന് പറയുന്നത് പകയാണ് കൃത്യമായി. അതായത് ഒരു അധികാര കേന്ദ്രത്തിന് എന്ത് നടപ്പിലാക്കണം എന്ന് തോന്നുന്നുവോ അത് നടപ്പിലാക്കാനുള്ളൊരു മറയായിട്ടാണ് അത് ഉപയോഗിക്കാറ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ പവറിനെ ദുരുപയോഗം ചെയ്തതിനെ കോടതികൾ കാണില്ല എന്ന് പറയരുത്. നമുക്ക് സാങ്കേതികമായ കാര്യങ്ങൾ കോടതിയിൽ പോയി ഉന്നയിക്കാൻ കഴിയും. പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരമുള്ളവരാണ് കോടതിയിൽ ഇരിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, തുടർച്ചാതന്ത്രങ്ങൾ തിരിച്ചടിച്ചോ എന്നാണ് ചോദ്യം. 2016 ഇലക്ഷൻ്റെ UDFിൻ്റെ പ്രകടന പത്രികേൻ്റെ പേരെന്താ അറിയോ? വളരണം ഈ നാട്, തുടരണം ഈ ഭരണം എന്ന് പറഞ്ഞിട്ടാണ് പ്രകടന പത്രിക. അതിന് തൊട്ട് മുമ്പ് ഒരു ക്യാബിനറ്റ് ഉണ്ടായിരുന്നു.
ആ ക്യാബിനറ്റിന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താ അറിയോ? കടുംപെട്ട് ക്യാബിനറ്റ് എന്നാണ് പറഞ്ഞത്. ലോകത്തിന് എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടോ അതെല്ലാം പാസ്സാക്കി PRDക്ക് ലാൻഡ്, ബാറ്, സർവേ എല്ലാം വാരി കൊളിച്ചു കൊടുത്ത ഒരു ക്യാബിനറ്റാണ്. എന്തെങ്കിലും പറഞ്ഞ പോലും ബാക്കി. കാരണം എന്തുകൊണ്ടാണ് അറിയോ? ഇനി ഭരണം ഉണ്ടാവില്ല എന്ന് 100% ഉറപ്പിച്ചിട്ട് പോവുകയാണ്. ഒരു സംവിധാനം ഉണ്ടാവില്ല. അപ്പോൾ കൊടുക്കാവുന്നത് മുഴുവൻ കൊടുത്തു. എല്ലാ സംവിധാനങ്ങളെയും ഒരു ക്യാബിനറ്റിൽ കൊണ്ടുവന്നു. എന്തിനാ? നാട് വളരാൻ വേണ്ടിയിട്ടും പിന്നെ ഭരണം തുടരാൻ വേണ്ടിയിട്ടും. ആ സർക്കാരാണ് അത്, ആ UDF ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2031 കുറിച്ച് പറയുമ്പോഴാണെന്ന് പ്രശ്നം. 2031 കേരളം എങ്ങനെയാവണം എന്നുള്ളത് ഇതുവരെ ഈ നാട്ടിൽ നടന്ന സംവിധാനം മതിയോ? ഇനി എന്തെങ്കിലും കൂടുതൽ അപ്ഡേഷൻ വേണോ? ഇത് പുതിയ പദ്ധതികൾ കൊണ്ടുവരണോ? അതുമായി ബന്ധപ്പെട്ട സർവേ നടത്താൻ പാടില്ല എന്ന് സാറേ. നടത്തിയാൽ എന്താ പ്രശ്നം? നടത്തിയാൽ ഞങ്ങൾക്ക് അടുത്ത അധികാരത്തിൽ വരാൻ പറ്റില്ല. അടുത്ത പ്രകടന പത്രികയിൽ ഇതെങ്ങാനും വന്നു പോയാൽ ഞങ്ങൾക്ക് അധികാരം വരാൻ പറ്റില്ല. ഇതാണ് പേടി. പേടിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് അറിയോ? ഓടി നടക്കുകയാണ്. കാരണം എന്തെങ്കിലും ഒരു സൗഭാഗ്യം കിട്ടുന്നുണ്ടോ? സൗഭാഗ്യമല്ലല്ലോ, എന്തൊരു പേരുണ്ടല്ലോ, സൗഭാഗ്യമല്ല, എന്തെങ്കിലും ഒരു പിന്നെ മാറ്റാൽ എന്തൊരു പേര് പറയില്ല UDF-ൽ. അല്ല വിട്ടു. അപ്പൊ എന്തെങ്കിലും ഒരു സുവർണാവസരം അന്വേഷിച്ച് നടക്കുകയാണ്. ബാറ് സമയം നീട്ടിക്കൊടുത്തു പറഞ്ഞു. അയ്യോ എന്തോ ഒരു സുവർണ അവസരം വന്നു, ചാടിപ്പടച്ച് വരികയാണ്, ഓടിപ്പാഞ്ഞ് വരികയാണ്. കേരളത്തിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതേ, 236 ബാറേ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞത്. അന്നുണ്ടായിരുന്ന ഈ ഹോട്ടലുകളുടെ എണ്ണം അറിയോ എത്രയാന്ന്? 425. 10 വർഷം കൊണ്ട് കേരളത്തിൽ കൂടിയ ഹോട്ടലുകളുടെ എണ്ണം എത്രയാണെന്നറിയോ? 1200. എന്ന് പറഞ്ഞാൽ എത്രയാ? 800 പുതിയ ഹോട്ടലുകൾ വന്നു കേരളത്തിൽ. ടൂറിസത്തിൻ്റെ അളവ് എത്രയാണെന്നറിയോ? 2,58,00,000 ആൾക്കാരാണ് ഒരു വർഷം ടൂറിസത്തിൽ കേരളത്തിൽ വരുന്നത്. 2016 എത്രയാണെന്നറിയോ? 45 ലക്ഷം. എത്ര വ്യത്യാസം അറിയോ? 2 കോടിയുടെ വ്യത്യാസമാണ്. ടൂറിസത്തിൽ നിന്ന് കേരളത്തിലെ വരുമാനം എത്രയാണെന്നറിയോ? ഇപ്പോൾ 45,000 തുടങ്ങി 55,000 കോടി വരെയാണ് ഒരു വർഷത്തെ ടൂറിസത്തിലെ വരുമാനം. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ 1/3% കേരളത്തിലെ ടൂറിസത്തിലെ വരുമാനം. ഇതുപോലും മനസ്സിലാക്കാനുള്ള ബോധ്യമില്ല കേട്ടോ. 3 മണിക്കൂർ സമയം കൂട്ടി കൊടുത്തു എന്നാണ് പറയുന്നത്. ഒരു സ്ഥലത്ത് കേരളം മുഴുവൻ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം പോലും പ്രതിപക്ഷത്തിന് ഇല്ലാതെ പോയി. കേരളത്തിൽ ഞാൻ പറയാം, ഇപ്പം ഉദാഹരണം പറയാം, ഇവിടുന്ന് എറണാകുളം ജില്ലയിൽ, എറണാകുളത്തെ സിറ്റി നിങ്ങൾ ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കുമോ? ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കൂലല്ലോ. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ നിങ്ങൾ തൊട്ടടുത്ത ടൂറിസം കേന്ദ്രമായി പ്രത്യേകം ഏതെങ്കിലും കടൽ തീരോ ചെറായിയോ ഒക്കെ ചിലപ്പോൾ ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കുമായിരിക്കും. കേരളത്തിലെ പിന്നെ പുറത്തുനിന്ന് വരുന്നതും ദുബായിൽ നിന്നും ഗൾഫിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ വരുന്ന വിദേശികളെല്ലാവരും ഈ പറഞ്ഞ ചെറായിലോ ടൂറിസം കേന്ദ്രത്തിൽ മാത്രമാണ് പോയി താമസിക്കുന്നത്. കൊച്ചിയിലെ 5 സ്റ്റാർ ഹോട്ടലുകളാണ് താമസിക്കുന്നത്, അല്ലേ? തിരുവനന്തപുരത്തെ 5 സ്റ്റാർ ഹോട്ടലുകളാണ് താമസിക്കുന്നത്. അവിടെ നിങ്ങൾ 11 മണിക്ക് ബാർ അടയ്ക്കുകയാണ്. ഈ ചെറായിലെ ആൾക്കാർ പകുതി വരുന്നത് ഏത് സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ താമസിക്കുന്ന സ്ഥലത്തൊന്നും എന്തില്ല? ബാർ സംവിധാനമില്ല. ബാർ സംവിധാനം പോയി. അതാണ് ഞാൻ പറയുന്നത്. 1200 ഹോട്ടലിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹോട്ടലിൽ മിനിമം 50 തുടങ്ങി 70 വരെയാണ് സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത്ത്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ 200 തുടങ്ങി 250 വരെയാണ് ഒരു സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത്ത്. 16,000-17,000 തൊഴിലാളികൾ പണിയെടുക്കുന്ന സംവിധാനമാണ് ഈ ഹോട്ടൽ എന്ന് പറയുന്നത്. അവിടെ വരുമാനം ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ. ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ രാത്രി 12 മണി വരെ ബാർ തുടങ്ങാം, രാവിലെ 9 മണിക്ക് തുറക്കാം, രാത്രി 12 മണി വരെ നടക്കാം. കേരളത്തിൽ പാടില്ല കേട്ടോ. ഞാൻ പറയുന്നറിയോ, എന്താണ് പറയുന്നത്? കേരളത്തിലെ ബാറാണോ കേരളത്തിലെ പ്രശ്നം? കേരളത്തിലെ പ്രശ്നം ഇപ്പം പറഞ്ഞ മദ്യനിരോധനം കൊണ്ട് മാത്രം അവസാനിക്കുന്നതാണോ? ലഹരിയുടെ പ്രശ്നം മദ്യനിരോധനം കൊണ്ട് അവസാനിക്കുമോ? അറിയോ? ഇവിടെ ഒരു ദിവസം ഹണ്ട് എന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ എക്സൈസ് വകുപ്പിൻ്റെ ഒരു ഹണ്ടിങ് ഉണ്ടായിരുന്നു, ഒരു പരിശോധന ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ ഡി ഹണ്ട്. ഒരു ദിവസം പിടിച്ച കഞ്ചാവിൻ്റെ എണ്ണം എത്രയോ? 1.6 ടൺ. 1.6 ടണ്ണാണ് കേരളത്തിൽ ഒരു ദിവസം കഞ്ചാവ് പിടിച്ചത്. മനസ്സിലായോ? ഒരു ദിവസം MDMA പിടിക്കുന്നത് എത്രയാണെന്നറിയോ? ഒരു ദിവസം MDMA പിടിക്കുന്നത് ടോട്ടൽ കേരളത്തിൻ്റെ MDMA പിടിച്ചിട്ടുണ്ടെങ്കിൽ 3 കിലോയ്ക്ക് മേലെയാണ് ഒരു ദിവസം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിൻ്റെ ഈ പറയുന്ന പിന്നെ ലഹരിയുടെ കേരളത്തിലെ സംവിധാനം. പോയിന്റ് എന്താണ്? പറഞ്ഞു തരട്ടെ, തിരക്കൂട്ടണ്ട. അപ്പോൾ എന്താ സംവിധാനം എന്നറിയോ? ഈ കേരളത്തിൽ ഒരു മണിക്കൂർ ബാർ കൂട്ടിയതുകൊണ്ട് പ്രശ്നം അവസാനിക്കുമോ? പക്ഷേ ഈ പറയുന്ന വ്യവസായം തകരില്ല, ഈ പറയുന്ന ടൂറിസം തകരില്ല. കേരളത്തെ ടൂറിസം സ്റ്റേറ്റായി ഒരു സർക്കാർ കണ്ടത് ഇടതുപക്ഷ സർക്കാരാണ്. ഇതുവരെ കണ്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ 400 നിന്നും 1200 ഹോട്ടലുകളുടെ പിന്നെ സംവിധാനം മാറി. നിങ്ങൾ 3 സ്റ്റാർ ഹോട്ടലുകൾ നടത്തിക്കോളൂ എന്ന് പറയുകയാണ്. 3 സ്റ്റാർ ഹോട്ടൽ നടത്തിക്കോളൂ, 4 സ്റ്റാർ ഹോട്ടൽ നടത്തിക്കോളൂ, 5 സ്റ്റാർ ഹോട്ടൽ നടത്തിക്കോളൂ. ഇതിനെല്ലാം സെൻട്രൽ ഗവൺമെൻറ് നേതൃത്വത്തിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഈ ക്രൈറ്റീരിയയുമായി ബന്ധപ്പെട്ട ഒരു ഹോട്ടൽ ഒരു വ്യവസായി ഈ പറഞ്ഞ സർക്കാരിൻ്റെ മുന്നിലേക്ക് ഒരു അപേക്ഷ കൊടുത്താൽ ബാർ കൊടുക്കേണ്ടതാണ് പറയേണ്ടത്. അത് ഏത് സഭ പറഞ്ഞാൽ എന്താ?
ആര് പറഞ്ഞാൽ എന്താ? ഈ കേരളത്തിലൊരു നിയമം ഉണ്ടെന്നേ, ആ നിയമത്തിനനുസരിച്ചല്ലേ സർക്കാർ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഒരു മന്ത്രി വിചാരിക്കുകയാണ് ഈ വർഷം ഞങ്ങൾ 400 ബാറിനെ അനുമതി കൊടുക്കുള്ളൂ. ഈ 400 ആർക്കാണ്? അവിടെയാണെന്നേ അഴിമതി വരുന്നത്. അവിടെയാണ് UDFന്റെ കാലത്ത് അഴിമതി വന്നത്. എന്താണ്? പൈസ മേടിച്ച് ബാറ് കൊടുത്തു എന്നാണ് അഴിമതി. മനസ്സിലായില്ലേ? പൈസ മേടിച്ച് ബാറ് കൊടുത്തു എന്നുള്ളതായിരുന്നു അഴിമതി. ഇവിടെ എന്താണ്? ഇവിടെ ഒരു ബാറ് സർക്കാർ നിയമപ്രകാരം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരം ഈ പറയുന്ന ക്രൈറ്റീരിയ മുഴുവൻ അനുസരിച്ച് ഒരു 5 സ്റ്റാറോ 3 സ്റ്റാറോ 4 സ്റ്റാറോ ബാറ് പണിതിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൈസൻസ് കിട്ടും. അതെന്താണ്? അത് സർക്കാരിൻ്റെ സുതാര്യതയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇവിടുന്ന് 1 മണിക്കൂർ സമയം ബാറ് എന്നിട്ട് കേരളത്തിലെ സംവിധാനം ഞാൻ പറയുന്നത് ഇപ്പോഴും ശരിയല്ല എന്നുള്ളതാണ്. കാരണം എന്താ? ഒരു റോഡിൻ്റെ അപ്പുറം നിൽക്കുന്ന ബാറിന് ലൈസൻസ് ഉണ്ട്, രാത്രി 12 മണി വരെ പ്രവർത്തിക്കാം. റോഡിൻ്റെ ഇപ്പുറം നിൽക്കുന്ന ബാറിന് 12 മണി വരെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് 9 മണിക്ക്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നേരെ റോഡിന് 10 അടി അപ്പുറത്തേക്ക് പോയ ബാറിന് 12 മണി വരെ പ്രവർത്തിക്കാവുന്ന ബാറ്. ഇതെന്ത് ന്യായമാണ് കേരളത്തിൽ? എന്ത് ന്യായ? ഇത് ഏകീകരിക്കണ്ടേ? ഇത് ഏകീകരിക്കാനുള്ള സംവിധാനം കേരളത്തിൽ ഉണ്ടാവണ്ടേ? ഞാൻ പറയുന്നത് സമയത്തെക്കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂർ ബാർ തുറന്നു വെച്ചിട്ടുണ്ട്. 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന ആൾ കാരണം തമിഴ്നാട്ടിലുണ്ടല്ലോ ഈ 9-12 മണിക്കൂറേ തമിഴ്നാട്ടിൽ ബാർ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടൽ 24 മണിക്കൂറാണ്. കാരണം അത് പുറത്തുനിന്ന് ആൾ വരുന്നില്ല. ആ ഹോട്ടലിൽ താമസിച്ച് അവിടെ മദ്യപിച്ച് വിദേശത്ത് വരുന്ന ആൾക്കാരാണ്. കാരണം ഇതിനൊരു ദീർഘവീക്ഷണം വേണമെന്നേ. എന്ത് പറഞ്ഞാലും കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ഈ പറയുന്നൊരു സംവിധാനം മാറിക്കഴിഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു സർക്കാർ എന്താണ് 1200 ഹോട്ടലുകളെ ബാധിക്കുന്ന പ്രശ്നമാണ്, കേരളത്തെ ടൂറിസത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ദീർഘവീക്ഷണത്തോടെ ഒരു സർക്കാർ നിലപാടെടുക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്? വളരെ സ്പീഡിൽ ഫയലുകൾ നീങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ പറയേണ്ടത്? ഫയലുകൾ നീങ്ങിയത് സ്പീഡിലാണെങ്കിൽ അത് ഗുണം ചെയ്യുന്നത് ആർക്കാണെന്ന് മനസ്സിലാക്കണം. അത് കോടിയിൽ വെട്ടിക്കാനോ അല്ലെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കോടിയിൽ വെട്ടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർക്ക് ബാർ കൊടുക്കും, കുറച്ച് ആൾക്കാർക്ക് ബാർ കൊടുക്കില്ല, ഞങ്ങൾ തന്നെ തീരുമാനിക്കും. എന്നിട്ട് പോക്കറ്റിൽ ചീട്ടെഴുതി കൊണ്ടുവന്ന് പോക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പൂട്ടി എന്ന് പറയുമ്പോൾ പൂട്ടുന്ന സംവിധാനമല്ല കേരളത്തിലുള്ളത്. മനസ്സിലായി? ഇവിടുത്തെ നമ്മുടെ എക്സൈസ് മന്ത്രിക്ക് തീരുമാനമുണ്ട്. ഏത് തീരുമാനമാണ് നടപ്പിലാക്കേണ്ടതെന്നുള്ള ബോധ്യമുണ്ട്. ആ ബോധ്യങ്ങളാണ് നടപ്പിലാക്കുന്നത്, ആ ബോധ്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇലക്ഷൻ ഇനി ആകെ എത്ര ദിവസമുണ്ട്? ഡിക്ലറേഷന് വേണ്ടി എത്ര ദിവസമുണ്ട്? ഒരു 15 ദിവസം ഉണ്ടാവുമായിരിക്കും ഇല്ലേ? ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു കടുവെട്ട് തീരുമാനം സർക്കാരിന് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയോ? ഒരു തീരുമാനം പറയാൻ പറ്റിയിട്ടില്ല ഈ സമയം വരെ. കടുംപെട്ട് തീരുമാനം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ 2016 ഇലക്ഷൻ ഒരു 15 ദിവസം മുന്നത്തെ അവസ്ഥ ഒന്ന് എടുത്തു നോക്കിക്കേ. വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒരു സംശയം, ഈ നവകേരള സദസ്സിന്റെ സർവേയുമായി ബന്ധപ്പെട്ട കാര്യം ഒരു സർക്കാർ ഭരിക്കുമ്പോൾ അതിന്റെ പാർട്ടി, അതിനെ നയിക്കുന്ന പാർട്ടി എടുക്കുന്ന നയപരമായ തീരുമാനത്തിനനുസരിച്ചായിരിക്കും എന്നല്ലേ? അപ്പൊ ഈ ബാറുമായിട്ടുള്ള തീരുമാനവും സ്വാഭാവികമായും ആ പാർട്ടിയുടെ തീരുമാനമായിരിക്കില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ LDF കൺവീനർ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അല്ലെ? എന്താണ് LDF കൺവീനർ അറിയേണ്ടത്? അല്ല, ഇങ്ങനെ ഈ ബാറിന്റെ സമയം ഏകീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ബാറുമായി ബന്ധപ്പെട്ട് അങ്ങ് സംസാരിക്കല്ലായിരുന്നല്ലോ ഞാൻ അദ്ദേഹത്തോട്. ഓക്കെ, അപ്പോ ഈ ബാറുമായി ബന്ധപ്പെട്ട തീരുമാനം, ഇപ്പൊ സമയം ഏകീകരണം, കൂടുതൽ ബാർ അനുവദിക്കുക, ഹോട്ടലുകൾ അനുവദിക്കുക, നമുക്ക് ടൂറിസം മേഖലയിൽ വളർച്ച ഉണ്ടാവുക, ഇതൊക്കെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ചർച്ച വേണം, സുതാര്യത വേണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംശയം. ശരി, എനിക്കൊരു സംശയം ചോദിച്ചോട്ടെ. ഈ സമയം ഏകീകരിച്ചത് നയപരമായൊരു തീരുമാനമാണോ ഉള്ള തീരുമാനമാണോ? LDF കൺവീനർ അറിഞ്ഞിട്ടില്ല എന്ന് മദ്യനയം എന്ന് പറയുന്നത് മദ്യവർജനം ഞങ്ങളുടെ സർക്കാരിന്റെ നയമാണ്. സ്വാഭാവികമായിട്ടും അതായത് LDFന്റെ ഇടതുമുന്നണി യോഗത്തിൽ വെച്ച് നടപ്പിലാക്കേണ്ട ഒരു പുതിയ മദ്യനയമാണോ ഈ ഏകീകരണം? അല്ല, പുതിയ മദ്യനയമല്ല. പുതിയ മദ്യനയം പ്രഖ്യാപിക്കുന്ന സമയമല്ല. പക്ഷെ അരമാർക്കിന് ഒരു ചോദ്യം, 2 മാർക്കിന് ഒരു ചോദ്യം, 5 മാർക്കിന് ഒരു ചോദ്യം, 10 മാർക്കിന് എസ്സേ, അങ്ങനെയുണ്ടോ? ഇടതുമുന്നണിയിൽ വെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു നയപരമായ പരിപാടിയല്ല. പ്രകടന പത്രികയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. മദ്യവർജനമാണ് ഇടത് സർക്കാരിന്റെ നയം. ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബാറുകൾക്ക് സമയം കൂട്ടിക്കൊണ്ട് നടപ്പിലാക്കുന്ന മദ്യവർജനത്തിന്റെ നയം LDF അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട നയപരമായ ഒരു തീരുമാനമല്ല ഇത് എന്ന് മാധു തന്നെ സമ്മതിക്കുന്നു. മദ്യവർജനം സംസ്ഥാന സർക്കാരിന്റെ നയമാണ് എങ്കിൽ താങ്കൾ പറഞ്ഞത് ഈ സമയം കൂട്ടിക്കൊടുത്ത് നടപ്പിലാക്കാൻ അതൊരു മദ്യനയമല്ല എന്ന് മാധു സമയം കൂട്ടിക്കൊടുത്ത് നയം നടപ്പിലാക്കാൻ പറ്റുമോ? കേൾക്കൂ, അതൊരു സമയം കൂട്ടി നൽകുന്നത് മദ്യനയമല്ല, ഒരു പുതിയ മദ്യനയമല്ല എന്ന് സമ്മതിച്ചു. പുതിയ മദ്യനയമല്ലാത്തത് കൊണ്ട് തന്നെ അത് ഇടതുമുന്നണിയിൽ വെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമോ അതൊരു പോളിസി മാറ്റർ അല്ലാത്തത് കൊണ്ട് മന്ത്രിസഭയിൽ വെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമോ അല്ല. പകരം അത്
അതെന്താണ്? ചട്ടപ്രകാരമുള്ള ഒരു തീരുമാനമാണ്. ആ ചട്ടത്തിൽ വരുത്തുന്ന ഭേദഗതി അതാത് വകുപ്പുകൾക്ക് തീരുമാനിക്കാം. റഫറൻസ് എവിടെയാണ്? റൂൾസ് ഓഫ് ബിസിനസ് ഓഫ് ദി ഗവൺമെന്റ്. പാലിക്കുമല്ലേ ചില കാര്യങ്ങളിൽ? ചില കാര്യങ്ങളിൽ rules of business പാലിക്കാം. രണ്ട് അല്ല, ഈ സർവേയുമായി ബന്ധപ്പെട്ട് rules of businessന്റെ violation ഉണ്ടെന്നാണ് കോടതി പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെയാണ് രണ്ട് കാര്യങ്ങളിൽ ഒരേ തീരുമാനം വരുന്നത് ബാധകമല്ലാതാവുന്നത്? അടുത്ത ചോദ്യം, ഈ ഏകീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ്? നിലവിൽ ഈ തീരുമാനം എടുത്തിട്ടില്ലേ സർക്കാർ? ടൂറിസം ഡെസ്റ്റിനേഷനുകളിലെ ബാറുകളിൽ സമയം 12 മണി വരെയാണല്ലോ അനുവദിച്ചിരിക്കുന്നത്. അത് ഈ സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമല്ലേ? അതിൽ നിന്നുള്ള വ്യതിചലനമല്ലല്ലോ ഇത്? ആണല്ലോ. അപ്പൊ ഇന്നത്തെ ഇവിടെ സുതാര്യത. അപ്പൊ ആ തീരുമാനം എടുത്തപ്പോൾ ഇതിൽ ചട്ടവിരുദ്ധതയുണ്ടെന്ന് സർക്കാരിന് അറിയില്ലായിരുന്നു. ഉപദേശക വൃന്ദം ഏറെ ഉണ്ടല്ലോ. അതായത് ടൂറിസ്റ്റ് മേഖലകളിൽ 12 മണി വരെ തീരുമാനമുണ്ട്. അല്ല, അന്നേരം ഇതിലൊരു വിവേചനമുണ്ടെന്ന് സർക്കാരിന് ആ ഘട്ടത്തിൽ അറിയില്ലായിരുന്നു. അങ്ങല്ലേ പറഞ്ഞത്? ഇതിപ്പോ ചട്ടവിരുദ്ധതയാണോ അത്? അല്ല, അങ്ങല്ലേ പറഞ്ഞത്. ഞാൻ ചട്ടവിരുദ്ധത ഉണ്ടെന്നല്ല പറഞ്ഞത്. ഇത് നയപരമായ ഒരു പുതിയ വിഷയമല്ല. കേരളത്തിൽ സർക്കാരിന്റെ നയമാണ് എന്ന് പ്രകടന പത്രികയിൽ എഴുതി വെച്ച് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ സമയം 1 മണിക്കൂർ മണിക്കൂറിൽ പരിഗണിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? അല്ല, ഇതെന്തുകൊണ്ടാണ്? അതെ, ഒരു കാര്യം പറയട്ടെ. KPCC പ്രസിഡന്റിന്റെ UDFന്റെ കൺവീനറിൽ ഒരു പേപ്പറും മുഖ്യമന്ത്രിയുടെ പോക്കറ്റിൽ വേറൊരു പേപ്പറും എന്താണ് UDF കൺവീനറിന്റെ പോക്കറ്റിൽ വേറൊരു പേപ്പറും വെച്ച് നടന്ന ബാറിനെ കുറിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ആ കേരളത്തിലുണ്ടായിരുന്നു. ആ കാലം ഓർത്തിട്ടാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതവിടെ ശരിയല്ലാത്ത കാര്യങ്ങൾ പറയാന്നേ. ഒരു മിനിറ്റ്, കേരളത്തിൽ LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന പാർട്ടിയാണല്ലോ പിണറായി സർക്കാരിൻ്റെത്, അല്ലേ? അതിനുശേഷം ശരിയാകാത്ത കാര്യങ്ങൾ പറയാന്നേ. കഴിഞ്ഞ 10 വർഷമായിട്ട് ശരിയാവാത്ത കാര്യം പറയാൻ കഴിയുന്നില്ല. ഇനി ആകെ 3-4 മിനിറ്റേ ഉള്ളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. LDF സർക്കാർ 2016 അധികാരത്തിൽ വരുമ്പോൾ 600 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചു. 600 വാഗ്ദാനങ്ങളിൽ 590 വാഗ്ദാനങ്ങൾ പാലിച്ചാണ് ഒന്നാം പിണറായി സർക്കാർ 2021 ഭരണ തുടർച്ചയിലേക്ക് പോകുന്നത്. ആദ്യം 91 ആണെങ്കിൽ ജനപ്രീതിയിൽ 99 സീറ്റുകൾ രണ്ടാമത്തെ പിണറായി സർക്കാരിന് ലഭിക്കുന്നു. രണ്ടാം പിണറായി സർക്കാർ 900ഓളം വാഗ്ദാനങ്ങളാണ് ജനങ്ങളുടെ മുന്നിൽ വെച്ചത് മാനിഫെസ്റ്റോയിൽ. ആ 900 വാഗ്ദാനങ്ങളിൽ 850 ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം നടപ്പാക്കി കഴിഞ്ഞു. അതായത് 95% മുകളിൽ പ്രകടന പത്രിക പാലിക്കുന്നതിൽ ഒരു റേറ്റിംഗ് ഉള്ള സർക്കാരാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും. ഇതിലാർക്കും തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി മദ്യനയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. മദ്യനയവുമായി ബന്ധപ്പെട്ടിപ്പോൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുതിയ കാര്യമേ അല്ല. അതിൽ ഏകീകരിക്കൽ നടന്നിരുന്നു എന്ന് മന്ത്രി പറഞ്ഞത് ശരിയാണ്. ഇതിൽ പ്രതിപക്ഷ നേതാവ് അടക്കം തന്നോട് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന് പോലും ഇക്കാര്യത്തിൽ വിയോജിപ്പില്ല. നോക്കൂ, പ്രസ്താവനകൾ, ദുരൂഹതകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ അഴകുഴമ്പൻ മട്ടിൽ പോവുകയാണ്. അതിൻ്റെ കാരണം എക്സൈസ് വകുപ്പ് മന്ത്രി പറയുന്നു ഇത് പ്രതിപക്ഷം തന്നെ ആവശ്യപ്പെട്ട വിഷയമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നത് കേരളത്തിൽ ചർച്ചയാവാത്തത്. നിങ്ങൾ നാളെ നോക്കിക്കോളൂ, യൂത്ത് കോൺഗ്രസ് തെരുവിലിറങ്ങുമോ ഈ വിഷയത്തിൽ? ഇല്ല. ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ താല്പര്യവുമുണ്ട്, ഭരണപക്ഷത്തിൻ്റെ താല്പര്യമുണ്ട്. കാരണം ക്ലാസിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ ടൂറിസം വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് വേണമെന്ന നിലയിലേക്ക് മാറി. അതാണ് ഈ സർക്കാരിൻ്റെ പോളിസി. അതിൻ്റെ അർത്ഥം മദ്യത്തെ ഒഴുക്കുന്നു, മദ്യത്തെ മുക്കിക്കൊല്ലുന്നു എന്നുള്ളതല്ല. നിങ്ങൾ മദ്യനിരോധനം എവിടെയൊക്കെ നിർബന്ധിച്ച് ബോധപൂർവം നടപ്പാക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ വ്യാപനവും വിപണനവും കൂടിയിട്ടേയുള്ളൂ. ഇല്ല, അതാണ് ഇനിയിപ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് അത് വിശദീകരിക്കേണ്ടത്. എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. അത് വരട്ടെ, എന്താണ് സംഭവിച്ചതെന്ന് അറിയട്ടെ. അതെ, ആ ശേഷമുള്ള പ്രതികരണമാണ് ഇത് നമ്മൾ കാത്തിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എക്സൈസ് വകുപ്പ് മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പറയാണ് പ്രതിപക്ഷത്തിന്റെ കൂടി ആവശ്യം പരിഗണിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് പറയുന്നത്. അതിൽ എന്താണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം? എന്താ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവർ ഉയർത്തുന്ന ഒരു ആരോപണം. അതല്ലാതെ ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് എതിർപ്പുണ്ടോ? അതായത് നിങ്ങൾ ടൂറിസം ഡെസ്റ്റിനേഷൻ അല്ലാത്ത ക്ലാസിഫിക്കേഷൻ യോഗ്യതയുള്ള സ്ഥലങ്ങളിൽ ബാറുകൾ അനുവദിക്കുന്നതിന് പ്രതിപക്ഷത്തിനോട് വിയോജിപ്പുണ്ടോ? പ്രതിപക്ഷത്തിന് തത്വത്തിൽ വിയോജിപ്പില്ല. ഇത് അനുവദിച്ച സമയം മാത്രമാണ് പ്രതിപക്ഷം എതിർക്കുന്നത്. ബാറുകളുടെ സമയക്രമം പ്രതിപക്ഷം ചർച്ച നടത്തിയിട്ടില്ല, അറിയിട്ടില്ലെന്നാണ്. പ്രതിപക്ഷത്തിന് വിയോജിപ്പുണ്ടോ? തത്വത്തിൽ വിയോജിപ്പുണ്ടാവാൻ വഴിയില്ല. കാരണം കേരളത്തിൽ മാത്രമായിട്ട് അങ്ങോട്ട് നയം കോൺഗ്രസ് രൂപീകരിക്കാൻ പറ്റുന്നില്ല. കേരളത്തിൽ എന്നല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാത്രി 12 മണി വരെയാണ്
ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ സ്റ്റാറ്റസ് ഉള്ള ബാറുകൾ പ്രവർത്തിക്കുന്നത്. ദാറ്റ്സ് എ ഫാക്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിനൊരു കാപട്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിനൊരു കാപട്യത്തിന്റെ ആവശ്യമില്ല. പക്ഷേ സമയം ഈ സമയം അതിനെ സംശയകരമാണ്. വക്രീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത്തെ കാര്യം, സമയം നല്ലതിന് എടുത്താൽ പോരെ. ഇനി കർണാടകയിൽ നേരത്തെ പറഞ്ഞു രാത്രി 12 മണി വരെയും 3 മണി വരെയും 4 മണിയും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പബ്ബുകളുള്ള സ്ഥലമാണ്. 5 ലക്ഷം കൊടുത്താൽ പ്രവർത്തിക്കാമെന്നുള്ളതുണ്ട്. 5 ലക്ഷം കൊടുത്താൽ അത് വാർഷിക ഫീസ് 5 ലക്ഷം രൂപ കൊടുത്തുകൊണ്ടാണ് അനുവദിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം. ഇതിൽ ഒരു നയപരമായ വ്യതിയാനം സംഭവിച്ചിട്ടില്ല. നയപരമായ വ്യതിയാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യണം എന്നുള്ളതിന്റെ ആവശ്യമേ ഉദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ബാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയാനുള്ളത്. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട കാര്യം. ഒന്ന്, ഞാൻ ഉറച്ചു പറയുന്നു, നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് 85,000-ഓളം കർമ്മസേനയെ നിശ്ചയിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെ അവരുടെ പണി കഴിഞ്ഞ് ഈ പരിപാടിക്ക് പോകണം എന്നുള്ളതല്ല, വോളണ്ടിയർമാരെയാണ് തീരുമാനിച്ചിരുന്നത്. ഇതിലെന്താണ് കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം? ഇടത് സർക്കാരിൻ്റെ ഈ പരിപാടി പാർട്ടി നേരത്തെ അറിഞ്ഞു എന്നുള്ളതാണ്. പാർട്ടി അറിഞ്ഞാണ് സർക്കാർ നയപരിപാടികൾ നടപ്പിലാക്കുന്നത്. അതാണ് ഇപ്പോൾ സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്നതും. പാർട്ടിയുടെ പരിപാടി തന്നെയാണ്, പാർട്ടിയാണ് ഈ ഇടത് സർക്കാരിനെ നയിക്കുന്നത്. അതിനകത്ത് എന്താ സംശയമുള്ളത്? മാനിഫെസ്റ്റോ പാർട്ടിയുടേതാണ്, നയം പാർട്ടിയുടേതാണ്, പാർട്ടി നടപ്പിലാക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇതിലേതെങ്കിലും 18 വയസ്സ് തികഞ്ഞ ഏതെങ്കിലും ഒരു കോൺഗ്രസ് അനുഭാവിയായ ഒരു പ്രവർത്തകന് ഈ പരിപാടിയുടെ പോർട്ടലിൽ പോയിട്ട് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നൊരു അഭിപ്രായം നമ്മൾ കേട്ടില്ലല്ലോ. ഇതിനെ എന്താ ജനങ്ങൾ ആദ്യം ഈ പ്രതിപക്ഷം എതിർക്കാനുള്ള കാരണം? വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കുകയായിരുന്നു. ഞാൻ ഈ വെർഡിക്റ്റിൽ നിന്നൊരു ഭാഗം വായിക്കാം. The government is not debarred from taking any welfare measures or undertake any development or welfare study program like Exhibit 1. ഏത് നവകേരള സർവേ പോലെ ഒരു ജനക്ഷേമപരമായിട്ടുള്ള പരിപാടിക്ക് വേണ്ടുന്ന പഠനം നടത്തുന്നതിന് സർക്കാരിന് കുഴപ്പമില്ല, സർക്കാർ നടപ്പിലാക്കുന്നതിൽ തെറ്റില്ല. കേട്ടല്ലോ? അതായത് ദ ഗവൺമെന്റ് ഈസ് നോട്ട് ഡീബാർഡ് ഫ്രം ടേക്കിംഗ് എനി വെൽഫെയർ മെഷർ ഓർ അണ്ടർടേക്ക് എനി ഡെവലപ്മെന്റ് ഓർ വെൽഫെയർ സ്റ്റഡി പ്രോഗ്രാം ലൈക്ക് എക്സിബിറ്റ് 1 എന്ന് പറഞ്ഞാൽ എന്താ? നവകേരള സർവേ പോലെ ഒരു പഠനം നടത്താൻ സർക്കാരിന് കഴിയും. അങ്ങനെ നടത്താൻ പറ്റില്ലെന്ന് സർക്കാരിന് കോടതിക്ക് പറയാൻ പറ്റൂല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സുപ്രീം കോടതി ഗൈഡ് ലൈൻ. ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. 1 മുതൽ മാർച്ച് 31 വരെ ഔദ്യോഗികമായ അനൗദ്യോഗികമായ പ്രവർത്തിക്കാനുള്ള LDF അനുഭാവികളെയാണ് കർമ്മസേനയിലേക്ക് റിക്രൂട്ട് ചെയ്യേണ്ടത്. ഗവൺമെന്റ് ഓർഡർ അല്ല, ഈ വായിച്ചത് ഗവൺമെന്റ് ഓർഡർ അല്ല. ഗവൺമെന്റ് ഓർഡർ അല്ല, ഗവൺമെന്റ് ഓർഡർ അല്ല. അങ്ങനെയൊന്നും പറയരുത്. മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് നേരത്തെ പുറത്തിറങ്ങുമ്പോൾ ഇതിൽ തുടർച്ച എന്ന് വാദമില്ല. എന്തൊരു കള്ളത്തരമാണ്. പിണറായി വിജയന്റെ പേരിൽ പുറത്തിറങ്ങിയ ഒരു കുറിപ്പുണ്ടല്ലോ, ആ കുറിപ്പിൽ ഓർഡർ അതിൽ കൃത്യമായി പറയുന്നത് സർക്കാരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ദീർഘദൃഷ്ടിയോടുള്ള കാര്യങ്ങളും ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിക്കുന്നതും ഒക്കെ ആണ്. പ്രസംഗത്തിൽ പോയിട്ട് അവിടെ പോയിട്ട് ഈ കുറിപ്പിൽ അതില്ലാത്തതും പ്രസംഗത്തിൽ പറയുന്നത് രഹസ്യ പരിപാടിയോ? ഈ പറയുന്ന വോളണ്ടിയർമാരെ വിളിച്ചിട്ടുള്ള പരിപാടിയാണ്. ശില്പശാല രഹസ്യമായിട്ട് ശില്പശാല നടത്താൻ പറ്റില്ല. രഹസ്യമായിട്ടല്ലോ, പരസ്യമായിട്ട് ശില്പശാല നടത്താൻ പറ്റില്ലല്ലോ. താങ്കൾ പറഞ്ഞതിൽ വ്യത്യാസം എന്താ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇത്ര സ്വാഭാവികമായി പാർട്ടി പരിപാടി ഇവിടെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ മുഖ്യമന്ത്രി CPM അനുഭാവികളെ വിളിച്ചുകൂട്ടി നടത്തിയ ശില്പശാലയാണോ? അല്ല. ഇതിൽ 18 വയസ്സ് തികഞ്ഞ പോർട്ടൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി നടത്തിയ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിലാണ് പറയുന്നത് ഇങ്ങനൊരു സർവേയോ പഠനമോ അവസാന സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഭരണ നിർവഹണം ഇത് നടപ്പിലാക്കാൻ കഴിയുമോ, ഇത് നിങ്ങൾക്ക് നടപ്പിലാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇവിടെയാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ പ്രധാനപ്പെട്ട കണ്ടൻഷൻ. അത് തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിനാണ്. നിങ്ങൾ ഫീഡ്ബാക്ക് ഏത് സമയത്ത് എടുക്കണം എന്ന് തീരുമാനിക്കണം. നോക്കൂ, ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടായിരുന്നോ? ഇലക്ഷന്റെ അങ്ങേക്ക് സംശയം ഉണ്ടെങ്കിൽ അത് അങ്ങയുടെ പരിമിതിയാ. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങയുടെ പരിമിതിയാ. കോഡ് ഓഫ് കോണ്ടക്ട് സംസ്ഥാനത്ത് എങ്ങനെ ഇലക്ഷൻ മുമ്പ് ഉണ്ടാവുക? അന്ത ഡോക്ടർ അരുൺകുമാർ അത്ര ബാലിശമായിട്ടുള്ള കാര്യമാണോ? അത് ഒക്ടോബർ മാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ള സമയത്താണോ ഇത് പ്രഖ്യാപിച്ചത്? അല്ലതല്ല, ഞാൻ ഡേറ്റ് അടക്കല്ലേ പറഞ്ഞത്. ഡേറ്റ് അടക്കല്ലേ പറഞ്ഞത്. അതാണ് എന്റെ വാദമെങ്കിലും ആയിട്ട് അനുവദിക്കൂ. അപ്പൊ കോഡ് ഓഫ് കോണ്ടക്ട് ഇല്ല. ഒരു നിമിഷം, തിരഞ്ഞെടുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് സർക്കാരിന് ഇത്തരത്തിലുള്ള ഒരു പഠനം നടത്തുന്നതിനുള്ള പ്രഖ്യാപനം നടത്താൻ കഴിയുമോ? സാങ്കേതികമായി കഴിയും.
കാര്യം കോഡ് ഓഫ് കണ്ടക്ട് നിലവിലില്ല. അപ്പോൾ അത് പ്രഖ്യാപിച്ചത് ശരിയാണോ? ശരിയാണ്. അല്ല, ശരിയല്ല. അതായത് സംസ്ഥാന സർക്കാരിന്റെ PRD യിൽ നിന്ന് പണം ഉപയോഗിച്ചാണ് ഈ പണി ചെയ്യുന്നത് എങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ റിസോഴ്സ് എടുത്ത് ചെലവാക്കുന്നതാണ്. അങ്ങനെ ഒരു പോർട്ടലിലേക്ക് LDF അനുഭാവികളെ കൃത്യമായി കുത്തിക്കയറ്റണമെന്ന നിർദ്ദേശം ഗവൺമെന്റ് അല്ലല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറൊരു കാര്യം പറയുന്നത്, കുറെ നാളുകൾക്ക് മുമ്പേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സഖാവെ എന്ന് വിളിച്ച് വേറൊരു കത്ത് പോയിരുന്നു പിൻവാതിൽ നിയമനത്തിന് വേണ്ടിയിട്ട്. അതായത് പാർട്ടിക്ക് ഒരു തീരുമാനം അത് അങ്ങനെ നടപ്പിലാക്കും, പിന്നെ അതിന് കയ്യിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ജിയോ പുറത്തും കൂടി വരും. മാധു, എന്റെ ചോദ്യം ഇതാണ്. ഈ സർവേ പഠനം വരുന്ന സമയത്ത്, നവകേരള പഠനവുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനമെടുക്കുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു തിരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് കണ്ടക്ട് ഇല്ല, അതിന്റെ ലംഘനമല്ല. രണ്ടാമത്തെ കാര്യം, അത് പ്രഖ്യാപിക്കുന്നതിന് സാങ്കേതികമായി കഴിയുമോ? അതാണ് ഞാൻ ഈ പറഞ്ഞത്. ദ ഗവൺമെന്റ് ഈസ് നോട്ട് ഡിബാർഡ് ഫ്രം ടേക്കിംഗ് എനി വെൽഫെയർ മെഷർ ഓർ അണ്ടർടേക്ക് എനി ഡെവലപ്മെന്റ് വെൽഫെയർ സ്റ്റഡി പ്രോഗ്രാം. കോടതി പറഞ്ഞതാ. ഇത് റദ്ദാക്കിയത് എന്തുകൊണ്ടാണ്? അതാണ് സ്പെഷ്യൽ പെറ്റീഷൻ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ ഇത് നടപ്പിലാക്കാൻ ഈ ചുരുങ്ങിയ തെരഞ്ഞെടുപ്പ് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കുമോ? ഇത് എന്താണ്? ഒരു പുതിയ വികസന പദ്ധതി നോക്കൂ, വികസന പദ്ധതി നടപ്പിലാക്കാനുള്ള വിഷൻ 2031മായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന സർക്കാർ പരിപാടി എടുത്താൻ പറ്റുക നമ്മുടെ ചോദ്യം. ഒരു സർക്കാർ എന്നുള്ളത് 5 വർഷത്തേക്ക് മാത്രം സാങ്കേതികമായി അതാണ് കേരളത്തിൽ സെന്ററിൽ നിന്ന് ഇറങ്ങിയ സർക്കാരാണ് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ്, ഈ പണം ഇതിന് ചെലവഴിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ്, അതുമായി ബന്ധപ്പെട്ട് ജിയോ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഇതെങ്ങനെ ഇത് പാർട്ടിക്ക് എങ്ങനെ അനുകൂലമായി ഉപയോഗിക്കണം എന്നത് സംബന്ധിച്ച് പാർട്ടി പരിപാടി ഉണ്ടായിരുന്നു. അതിന് ചെലവാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ പണമാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലല്ല, സംസ്ഥാന സർക്കാരിന്റെ പണം ചെലവാക്കുന്നത് പാർട്ടി പരിപാടിക്ക് ചെലവഴിക്കാനാണ് എന്ന തീരുമാനമുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതുകൊണ്ടാണ് കോടതി എടുത്ത് തോട്ടിക്കളഞ്ഞത്. ഒരു സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് ആരുടെ നയമാണ്? സംസ്ഥാന സർക്കാരിന്റെ നയമാകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അല്ലെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാ. പാർട്ടിയുടെ തുടർഭരണം എന്നാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറയുന്നത് കേട്ടോ. നയം നടപ്പിലാക്കാൻ അധികാരത്തിൽ വന്ന സർക്കാരല്ല ഇത് എന്ന് പറഞ്ഞത് പാർട്ടി സെക്രട്ടറിയാണ്. ഇടത് നയം നടപ്പിലാക്കാൻ വേണ്ടി അധികാരത്തിൽ വന്നതല്ല. പാർട്ടിയുടെ നയമാണല്ലോ. ഇടതു പാർട്ടിക്ക് ഇങ്ങനൊരു നയമുണ്ടല്ലോ. ജനങ്ങളിൽ നിന്ന് നടപ്പിലാക്കാൻ വന്നതല്ല സർക്കാർ എന്ന് പറഞ്ഞത് പാർട്ടി സെക്രട്ടറിയാണ്, ഗോവിന്ദ മാഷാണ് പറഞ്ഞത്. എന്താണ് മാധു ഇങ്ങനെ ബാലിശമായി ആർഗ്യുമില്ലേ? ഇടതു പാർട്ടിയുടെ നയം നടപ്പിലാക്കാൻ വേണ്ടി ഇടത് സർക്കാർ അധികാരത്തിൽ വരുന്നു. ഈ പാർട്ടി സെക്രട്ടറിയേക്കാൾ അപ്പുറത്താണ് കേട്ടോ. അല്ലല്ല, കോവിഡുമായി ബന്ധപ്പെട്ട് മറുപടി ഉണ്ടായിരുന്നില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഇടതു നയമല്ല എന്ന്. ഡോക്ടർ ഇടതു നയമാണ്. പാർട്ടി സെക്രട്ടറിയേക്കാൾ അല്ലല്ല, ആ ചക്ക ഇവിടെ കിടക്കുന്ന കണ്ടില്ലേ? ഇവിടുത്തെ ചക്ക കേരളത്തിൽ കോവിഡിന്റെ വലിയ രീതിയിലുള്ള ഒരു വലിയ വിധി കേരളത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇടതനുകൂലികളും കോൺഗ്രസ് അനുകൂലികളും ഒക്കെ രംഗത്തിറങ്ങി. അന്ന് ആ പരിപാടി ഏറ്റവും നന്നായിട്ട് ഏകോപിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷത്തുള്ള പ്രവർത്തകരാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരില്ല എന്നല്ല. അതൊരു പൂർണ്ണമായിട്ടും ജനകീയ കർമ്മസേനയായിരുന്നു അന്ന് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപീകരിച്ചത്. അതിന്റെ ഭാഗം എന്താണ്? അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? പാർട്ടി നിർദ്ദേശങ്ങൾ കൊടുത്തു. കോവിഡിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വാർഡ് തലത്തിൽ, ബ്രാഞ്ച് തലത്തിൽ, ലോക്കൽ തലത്തിലൊക്കെ പാർട്ടി നിർദ്ദേശം കൊടുത്തു എന്ന് കരുതി ഗവൺമെന്റ് ഈ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പാർട്ടി പ്രവർത്തകരെയാണോ? ഞാൻ സ്മൃതി പറഞ്ഞപ്പോൾ ഇടപെട്ടിട്ടില്ല. അപ്പോൾ പാർട്ടി തലത്തിലുള്ള ഒരു പരിപാടി നടപ്പിലാക്കുമ്പോൾ പാർട്ടി സ്വാഭാവികമായും അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുമ്പോൾ അത് ആ പാർട്ടിയുടെ കഴിവാണ്. കോൺഗ്രസ് പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന സർവേയിൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ ഡാറ്റ കിട്ടും? ഇത് പുറത്തു വരുമ്പോൾ ഈ പാർട്ടിയെ കുറിച്ചുള്ള വിലയിരുത്തലിനെ കുറിച്ചുള്ള സർവേ ആണോ? ഈ സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലിന്റെ സർവേ ആണോ? അല്ല. എങ്ങനെയാ സർക്കാരിന്റെ വികസന പദ്ധതികളെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്ത്? സർക്കാരിന്റെ വികസന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്ത്? ഈ പറയുന്ന സാമൂഹ്യക്ഷേമ പെൻഷനെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാടെന്ത്? ഇത് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ച് നടപ്പിലാക്കണം എന്നുള്ളത് ഇടത് സർക്കാരിന്റെ നയമാണ്. ഒരു കണക്കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിലവിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഈ ജനസമ്പർക്കത്തിന്റെ കണക്കാണ്, നേരത്തെ മാധുവിനോട് പറഞ്ഞ കണക്കാണ് ഞാൻ ആവർത്തിക്കുന്നതിന്റെ കാരണം. 170 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കുന്നതിന് 13 കോടി രൂപ പരസ്യത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ച സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ.
നിങ്ങൾ അതുകൂടി പറയുന്നു. അല്ല, ഇവിടെ ഇത് നോക്കൂ. പരസ്യത്തിന് ചെലവാക്കിയ കോടതി റദ്ദാക്കിയത് പക്ഷേ ഞങ്ങൾ അറിഞ്ഞില്ല. അല്ല, ഇവിടെ പരസ്യത്തിൽ ഞങ്ങൾ അറിഞ്ഞില്ല. നവകേരള- അറിയുന്നതാണല്ലോ. ഈ പരിപാടി മാത്രമല്ലേ അല്ല, പറയുന്നത്? നവകേരള- ജനസമ്പർക്ക പരിപാടി കോടതി റദ്ദാക്കിയിട്ടില്ല. കേൾക്കൂ. ഹോർഡിങ്സിന്റെ പരിപാടി നവകേരള സർവേ കോടതി റദ്ദാക്കി. അതാണ് ബേസിക് അതിന്റെ ഉമ്മൻചാണ്ടിയുടെ വ്യത്യാസം. 50 വർഷങ്ങൾ എന്ന പുസ്തകം ഇറക്കിയത് സ്വകാര്യ പ്രസാധകശാലയല്ല, VS-മായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എല്ലാ സർക്കാരിന്റെയും VS-മായി ബന്ധപ്പെട്ട് പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതാത് കാലഘട്ടങ്ങളിലെ മന്ത്രിമാരെ കുറിച്ച് അവരുടെ വകുപ്പുകളെ നിങ്ങളൊരു കാര്യം കുറിച്ച് ജനങ്ങളെ ചെയ്യണം. അറിയിക്കാൻ നിങ്ങളൊരു കാര്യം വേണ്ടിയാണ് ചെയ്യണം. ഇനി PRD നിങ്ങൾ വകുപ്പ്. മോദിക്കെതിരെ വിമർശനമായി വരരുത്. നിങ്ങളോട് അഭ്യർത്ഥനയാണ്. എന്താണ് മോദിക്കെതിരെ വിമർശനമായി വരരുത്. എന്താണ് മോദിയും ഇതും തമ്മിൽ എന്താ? പറഞ്ഞല്ലോ. ഒരു നിമിഷം. പറഞ്ഞല്ലോ. മോദിയും ഈ നവകേരള സർവേ തമ്മിൽ നിങ്ങൾ എങ്ങനെ ബന്ധിപ്പിക്കും? ഒന്ന് പറഞ്ഞേ. നേരത്തെ പറഞ്ഞു. ജനങ്ങളുടെ ക്ഷേമ നേരത്തെ പദ്ധതിക്ക് പറഞ്ഞ വേണ്ടിയിട്ട് അങ്ങനെയാണ്. ജനങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് ജനങ്ങളുടെ ക്ഷേമ പദ്ധതികൾക്ക് നിങ്ങൾക്ക് ഇനി സമയമില്ല. എത്ര തവണ പറഞ്ഞു? അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇനി അതെങ്ങനെയാണ് സമയമില്ല. തീരുമാനിക്കുക? നിങ്ങളുടെ സമയം അതാരാ കഴിഞ്ഞു. തീരുമാനിക്കുന്നത്? അത് ജനം ആ തീരുമാനിക്കട്ടെ. ജനം തീരുമാനിക്കുന്നത് പറഞ്ഞാൽ പോരെ? നിങ്ങൾ മുന്നേ പറയുന്നത് അതെന്തിനാ മുന്നേ പറഞ്ഞാൽ പോരെ? സർക്കാരിന്റെ പണം എടുത്തിട്ട് സർവേ നടത്തി നാണല്ലോ ഇങ്ങനെ പറയാൻ. ഞാനൊന്നും പറയില്ല. 5 വർഷത്തേക്കുള്ള ഇതൊന്നും വികസന പറയില്ല. പ്രവർത്തനമല്ല ഒരു സർക്കാർ ആ, നടപ്പിലാക്കേണ്ടത്. ശരി, ഇതൊന്ന് കോടതിയിൽ തീർച്ചയായിട്ടും വേണമെന്നുള്ളതാണ്. കൊടുത്തേക്കും. തുടർച്ചയായിട്ട് വേണമെന്നുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ വിഭാവനം ചെയ്യൂ. അങ്ങനെ ജനങ്ങളെ തന്നെയാണ്. വെല്ലുവിളിച്ച് സുപ്രീം കോടതിയിലേക്ക് ഇങ്ങനെ വിഭാവനം ചെയ്ത ഒരു മിനിറ്റ് രണ്ട് പിന്നെ പ്രകടന പത്രികയിൽ കൂടെ 1200ഓളം വരുന്ന ഈ പിന്നെ പ്രകടനങ്ങൾ അല്ല സോറി എന്താ പറയാ 900 പ്രകടനം. ആ പ്രകടന പത്രിക എടുത്ത് ഒരു മിനിറ്റ് കഴിഞ്ഞ complete ദിവസം ചെയ്യട്ടെ. വായിച്ചു. ആ, ഒരു ദിവസം അതല്ല, ചെയ്തെന്നറിയാമോ? മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയ കർഷകൻ ആത്മഹത്യ ചെയ്തു. അതാണ് അവസ്ഥ. എന്താ കാരണം? അല്ല ഒരു നിമിഷം. അല്ല അത് നമുക്ക് ചർച്ച ചെയ്യാം. മുഖ്യമന്ത്രി എന്താണ് കർഷകൻ ആത്മഹത്യനുള്ള കാരണം? അദ്ദേഹത്തിന്റെ കടബാധ്യത. അപ്പൊ ആ കടബാധ്യത അത് സർക്കാരാണോ തീർക്കണ്ടേ? ആ അല്ല അത് അദ്ദേഹത്തിന് സർക്കാരാണല്ലോ മൂന്ന്- നോക്കണ്ടേ? നോക്കൂ 3 പേരുടെ പണിയെടുത്തിട്ട് ഇതിൽ ഒരാളുടെ കൂലി സംസാരിക്കാതിരിക്കും. കിട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യം, നിമിഷം. സാധനങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ ബന്ധുക്കളാണ്. അവരുടെ ബന്ധുക്കളാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞതിന്റെ അല്ല കാരണം കർഷകർക്ക് സ്വർഗമുണ്ടാക്കി കൊടുത്തെന്നാണല്ലോ കഴിഞ്ഞ ദിവസം ഇവിടെ ഏതാ? വായിച്ചത്. ആര് പറഞ്ഞു? അല്ല പ്രകടന പത്രിക വെച്ചിട്ട് പ്രകടന പത്രികയിൽ കർഷകരുടെ എന്താ അവസ്ഥ ഈ പ്രകടന പത്രികയിൽ എന്താ? കേരളത്തിനേക്കാൾ മികച്ചത് എന്തുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രകടന പത്രിക വായിച്ച്. ഇന്ത്യയിൽ നെൽകർഷകർക്ക് കേരള സംസ്ഥാനത്തേക്കാൾ കൂടുതൽ സംസ്ഥാന സഹായം നൽകുന്ന താങ്ങുവില കൊടുക്കുന്ന ഏതൊരു സംസ്ഥാനം ഇവിടെ നെല്ല് കെട്ടിക്കിടക്കുന്ന വാർത്ത ഒന്നും അരിനേക്കാളും എന്ന് പറഞ്ഞാൽ എന്താ? നെല്ലിന് വില കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് ഒരെണ്ണം പറയും. അരിനേക്കാൾ നമ്മളെ കൊടുത്ത സ്വർണ്ണം തന്നെ നമ്മുടെ വല്ല വാർത്തകൾ അങ്ങനെ സ്വീകരിക്കും. നെൽകർഷകർക്ക് അതായത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തെക്കാൾ കൂടുതൽ താങ്ങുവില കൊടുക്കുന്ന ഒരു സംസ്ഥാനത്തിന് അല്ല ഈ മറ്റ് സംസ്ഥാനങ്ങളുടെ പ്രകടന ഉടനെ ഒരു പത്രികയാണോ ഇവിടെ comparison വായിച്ചത്? ആ, അപ്പൊ ഇത് കൺഫ്യൂസ് ചെയ്യിക്കലാണ്. അല്ലെങ്കിൽ വേണ്ട 2016 വെച്ച് കമ്പയർ ചെയ്യും. 2016 വെച്ച് കമ്പയർ ചെയ്യും. 2016 വെച്ച് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യും. നെല്ലിന്റെ താങ്ങുവില. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അല്ല, 10 വർഷം സംസ്ഥാനത്ത് കൊണ്ട് ഒരു കേരളം കർഷകൻ വേറൊരു സംസ്ഥാനമായിട്ട് ആത്മഹത്യ ഒരു മിനിറ്റ്. ചെയ്യുമ്പോൾ കേരളത്തെ പട്ടികയിൽ കേരളത്തെ നിൽക്കുന്ന വേറൊരു ഒരു സംസ്ഥാനമായിട്ട് മാനസികാവസ്ഥ താരതമ്യം ചെയ്യാൻ പറ്റില്ല മാധു. മുൻ കാരണം അറിയോ സർക്കാരിന്റെ അത് കാലത്തെ ഫാർ ബെറ്റർ ആണ് കേരളം. പട്ടികയുമായിട്ട് ഇനി- താരതമ്യം ഇനി- ചെയ്യുന്നത് ഇനി- അതെല്ലാ മനുഷ്യനും ആണെന്നേ. ഒരു അതാണ്. മരിച്ചാൽ താരതമ്യം. ഒരു അത് മനസ്സിലാക്കിയാൽ മതി. പ്രശ്നമായ താരതമ്യം. ശരി മാധു, നിങ്ങളെല്ലാം ശരിയാക്കിയവരല്ലേ? ആണെന്നേ. അതറിയോ 900 ഇപ്പൊ അരുൺ സാർ ഒരു മിനിറ്റ് മുന്നേ പറഞ്ഞല്ലോ 900 വാഗ്ദാനങ്ങളിൽ 900 വാഗ്ദാനങ്ങളിൽ 850 എണ്ണം നടപ്പിലാക്കിയ സർക്കാരാണ്. പ്രതിപക്ഷം അനങ്ങിയില്ല എന്ന് അതെന്താ സംസ്ഥാന സർക്കാർ അതാണ് പറയുന്നത് 900 ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മാധു ഒരു ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് പ്രകടന പത്രിക മാത്രമാണ്. അതിൽ 900 വാഗ്ദാനത്തിൽ 850 എണ്ണം നടപ്പിലാക്കിയ സർക്കാരാണ്. സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നല്ല പ്രകടന പത്രിക. ഇത് ബേസിക് ആണ്. സംസ്ഥാന അതെന്താ? അത് നടപ്പിലാക്കാൻ ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. 2011 ഇത് വെച്ചിട്ട് ഒന്നും നടപ്പിലാക്കുന്ന ഒരു സർക്കാർ ഉണ്ടായിരുന്നു. എങ്കിലും എനിക്ക് സംസ്ഥാന സർക്കാരിന്റെ document അല്ല പ്രകടന പത്രിക. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യം, അതായത് ഈ കഴിഞ്ഞ 2 പിണറായി സർക്കാരുകളെയും ഉമ്മൻചാണ്ടി സർക്കാർ അതിന് തൊട്ട് മുമ്പുള്ള UDF സർക്കാരെയും നോക്കുമ്പോൾ പ്രകടന പത്രികകൾ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയ സർക്കാർ ഏതാ? നോക്കൂ നടപ്പാക്കി എന്ന് പറയുകയാണ്. എല്ലാം നടപ്പായി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു- ഇല്ലെങ്കിൽ തെളിച്ച് പറ. അല്ലല്ല, ഇവിടെ ഇല്ലെങ്കിൽ പറ ഏതെണ്ണം നടപ്പിലാക്കാതെ പറ. മുക്തമാക്കി എന്ന് പറഞ്ഞു. അതിദാരിദ്ര്യ മുക്തമാക്കിയ പരിപാടിക്ക് രണ്ടാം ഘട്ടമുണ്ടായി. ആദ്യമെല്ലാം മുക്തമാക്കിയത് അയ്യോ, അത് ആദ്യം നടപ്പിലാക്കി തന്നെയാണ്. കുറെ കാര്യങ്ങളുണ്ടല്ലോ. അവിടേക്ക് വരും. അപ്പോൾ ഞാൻ പറയുന്നത് അല്ല, നിങ്ങൾക്ക് 850 നിങ്ങൾക്ക് സമയം മതിയാവില്ലെന്നേ. നടപ്പിലാക്കിയതിന്റെ എണ്ണം കൂടുതലാണ്. നടപ്പിലാക്കിയതിന്റെ എണ്ണം കൂടുതലാണ്. അപ്പൊ പറയാൻ സമയം നമുക്ക് സർക്കാരിന്റെ കുറിപ്പെടുത്ത് വായിക്കാം. വേണമെങ്കിലേ ഞാൻ വേണം അല്ലല്ല, നമുക്ക് സമയമില്ല, ഒരു സർ. ചെറിയ കാര്യം സർക്കാരിന്റെ ഒറ്റ കാര്യം വായിച്ചാൽ പറ്റില്ല. സർക്കാരിന്റെ കുറിപ്പെടുത്ത് വെറുതെ ഒരു കാര്യം വായിക്കാം. അതെ സർക്കാരിന്റെ അല്ല കുറിപ്പെടുത്ത് ഞാൻ ഈ വായിക്കാന്നേ. കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ കാര്യം എന്ന് പറയട്ടെ. ആ. ഒന്നത് ഈ അടൂർ പ്രകാശ് ആയിരുന്നല്ലോ അന്നത്തെ റവന്യൂ മന്ത്രി. ഒന്നാമത്തെ ആരോപണം അന്നത്തെ പ്രധാനപ്പെട്ട കുപ്രസിദ്ധമായ സ്വാമിക്ക് ഭൂമി ദാനം നൽകി. ഒന്നാമത്തെ. അടുത്ത മന്ത്രി ആരായിരുന്നു? അബ്ദുറഹ്മാൻ ആയിരുന്നല്ലോ. +2 കോഴയായിരുന്നു അന്നത്തെ അബ്ദുറഹ്മാന്റെ അടുത്ത കേസ്.
അന്ന് വേറൊരു മന്ത്രി ഉണ്ട്, അടൂർ പ്രകാശ്. അദ്രബ്. അത് കഴിഞ്ഞിട്ട് അടുത്ത മന്ത്രി സിവിൽ സപ്ലൈസിന് മന്ത്രിയാണ്. അന്ന് ഏറ്റവും വലിയ അഴിമതി ഏതാണെന്നറിയോ? സിവിൽ സപ്ലൈസിന് അഴിമതിയാ. ആരോഗ്യ രംഗത്തൊരു ഒരു മന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ആരോഗ്യ വകുപ്പിൽ ഏറ്റവും വലിയ അഴിമതി എന്ന് പറയാണ്. പിന്നെ ഏറ്റവും വലിയ സോളാർ കേസ് തുടങ്ങിയിട്ട് അങ്ങനെ വേറെ കുറെ ഉണ്ട്. ഞാൻ പറയുന്നത് ഇതുപോലെ നിങ്ങളൊരു 10 ആരോപണം കേരളത്തിലെ LDF സർക്കാരിലെ മന്ത്രിമാരെ കുറിച്ച് പറയാന്നേ. അത് പറയണ്ടേ? ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ ആരോഗ്യമന്ത്രിക്കെതിരെ ഈ പറയുന്ന അഴിമതിയുടെ പേരിൽ എന്തെങ്കിലും കേസുകൾ നിലവിൽ ഈ 10 വർഷം ഭരിച്ചിട്ട് ശിക്ഷിച്ചിട്ടുണ്ടോ? ആരോഗ്യമന്ത്രിക്കെതിരെ കഴിഞ്ഞ ആരോഗ്യമന്ത്രി ആരാന്ന് അങ്ങേക്കറിഞ്ഞൂടെ? വി എസ് ശിവകുമാറിന്റെ കാലത്തെ എത്ര തട്ടിപ്പുകൾ ശിക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. 10 വർഷം ഭരിച്ചില്ലേ? വിജിലൻസ് 6 വകുപ്പാ. എന്താ ശിക്ഷിക്കാത്ത? എന്താ എന്ത് അതിപ്പോ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ആരെയും ശിക്ഷിക്കുന്നുണ്ടോ? അതായതിനേക്കാളും വലിയ രസം. ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രിയുടെ കാര്യം പറയാ. എന്താ അറിയോ, ഈ ആര്യാടൻ മുമ്പ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു. KSRTC പിന്നെ പവർ ഇലക്ട്രിസിറ്റി മാത്രം നോക്കായിരുന്നു. KSRTC ഇന്ന് കൂട്ടണോ നാളെ കൂട്ടണോ എന്ന് ചോദിക്കുന്ന മന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ പവർ കട്ട് കൊണ്ടുവന്ന മന്ത്രി തുടർച്ചാ തന്ത്രങ്ങൾ തിരിച്ചടിച്ചു എന്നുള്ളതായിരുന്നു ചോദ്യം. 2 എന്ന് യെസ്, 2 എന്ന് നോ. Meet the editors.